ഹായ്, നമുക്ക് അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ് മെയ് 2025 എക്സാമിൻ്റെ ഓരോന്നായിട്ട് നോക്കി വരാം. ഡീറ്റെയിൽഡായിട്ട് നോക്കിയതിന് ശേഷം സമ്മറൈസ് ചെയ്തിട്ട് കൺക്ലൂഷനായിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവസാനം ബോക്സിലുള്ളത് മാത്രം ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, സോ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞിട്ട് കൺക്ലൂഷനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് മാത്രം ക്രിസ്പായിട്ട് നോക്കിയാൽ മതി. സോ വൺ ബൈ വൺ നമുക്ക് അമെൻമെൻറ്റ്സിലേക്ക് വരാം എന്തൊക്കെയാണെന്നുള്ളത്. സോ അമെൻമെൻറ്റ്സ് ഒന്നും തന്നെ വിടാൻ പാടില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. സോ വിൽ സി വൺ ബൈ വൺ. സപ്ലൈ അമെൻമെൻറ്റ്സ്. സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം നമ്മൾക്കറിയാം അല്ലേ, ഷെഡ്യൂൾ 3-ൽ ആക്ഷനബിൾ ക്ലെയിം സപ്ലൈ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം. സോ ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ഉള്ളത്. സോ പുതിയതായിട്ട് നേരത്തെ ബെറ്റിംഗ് ലോട്ടറി ഗാംബ്ലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, BLG മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറച്ചുകൂടി പോയിൻറ്റ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ 6 എണ്ണം വന്നിട്ടുണ്ടത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി നമ്മളുടെ എന്താ പറയുക, തിയറി പോർഷനിൽ അറിയാം. വി ഹാവ് ഗോട്ട് ദ കോഡ് വേർഡ് ഫോർ ദാറ്റ് ആക്ച്വലി, horse race. Okay, so this is a code word, mantra to remember. Okay, so this is a mantra to remember. Horse racing is there around the globe. G for gambling, L for lottery, O for online money gaming, B for betting, and E for expensive casino. Expensive എന്നുള്ള വേർഡ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. സോ ഇത് നമ്മൾ നോക്കിയതാണ്. റിപ്പീറ്റഡ്ലി ഐസെ യൂസ് ചെയ്ത് ത്രൂ റിവൈസ് ചെയ്ത ടോപ്പിക്കാണ്. സോ ഹോഴ്സ് റേസിംഗ് ഇസ് ദർ അറൗണ്ട് ദ ഗ്ലോബ്. ഓൺലി specified actionable claim are what? Supply. Okay, only specified actionable claim are what? Supply. Okay, so അത് അല്ലാത്ത actionable claim supply അല്ല എന്നുള്ളതാണ് ഷെഡ്യൂൾ 3-ൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ചാർജിനെ ബേസ് ചെയ്തിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ് വൈ ഹീ ഈസ് ലയബിൾ ടു പേ RCM. ഇഫ് യു ഒബ്സർവ്, 6-ൽ R⁴ എന്നുള്ളത് മാറിയിട്ട് R⁵ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഓവർ ഹിയർ ചാർജിൽ ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വൽ. ഓക്കെ, സോ നിങ്ങൾ നേരത്തെ R⁴ ആയിരുന്നു ഉണ്ടായിരുന്നത്. യു ക്യാൻ സി ഓവർ ഹിയർ ഇറ്റ് വാസ് R⁴. ഇപ്പോൾ അത് R⁵ ആയി. അപ്പോൾ 5 ആയപ്പോഴേക്കും ഒരാറും കൂടി കൂടിയിട്ടുണ്ടെന്നാണല്ലോ അതിനർത്ഥം. സോ ഓവർ ഹിയർ യു ക്യാൻ സി നേരത്തെ ഉണ്ടായിരുന്നത് റിക്കവറി ഏജൻറ്റ് ഉണ്ടായിരുന്നു, റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, റെൻറ്റിംഗ് ഓഫ് എനി മോട്ടോർ വെഹിക്കിൾ ഡിസൈൻ ടു ക്യാരി പാസഞ്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു റെൻറ്റിംഗ് കൂടി വന്നിട്ടുണ്ട്. ഇത് റെസിഡൻഷ്യലാണ്. 2 രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആണല്ലോ നോർമലി ഉണ്ടാവാറ്, റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ. റെൻറ്റിംഗ് ഓഫ് കൊമേഴ്ഷ്യലും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ അമെൻമെൻറ്റ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നിങ്ങളുടെ നോട്ട്സിൽ ഈ ഒരു ഇത് ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ് ബിക്കോസ് യു വിൽ ഹാവ് ടു പേ R⁴ എന്നുള്ളത് മാറ്റിയിട്ട് R⁵ ആക്കണം. സോ അതിലുള്ള അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സർവീസസ് ബൈ വേ ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ടു ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എക്സംഷൻ ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. റെസിഡൻഷ്യൽ ഇതെടുത്തു കഴിഞ്ഞാൽ അവിടെ 3 കാറ്റഗറി നമ്മൾ എക്സംഷനിൽ കണ്ടായിരുന്നു. റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ടു ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. സെക്കൻഡ് തിങ് ഇസ് എന്താ പറയുക, കൺസ്ട്രക്ഷൻ ഓഫ് എന്താ പറയുക ഹൗസ് പ്രോപ്പർട്ടി റെസിഡൻസ് അല്ലേ, വേർ പ്യുവർ സപ്ലൈ, ലേബർ മാത്രം സപ്ലൈ ചെയ്യുന്നു. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യം നമ്മൾ കണ്ടായിരുന്നു, വേർ പ്യുവർ ലേബർ മാത്രമായിട്ട് സപ്ലൈ ചെയ്യുന്ന എക്സംഷൻ. 3 കാറ്റഗറി ഓഫ് റെസിഡൻസ് കണ്ടായിരുന്നു. ഇവിടെ RCM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യമാണ്. ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് വീട് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് താമസിക്കാൻ കൊടുക്കുകയാണെങ്കിൽ RCM വരും. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. AB ആണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇവിടെ പറയുന്ന റെസിഡൻസിനെ കുറിച്ചാണ്. പ്രോപ്പർട്ടി ടൈപ്പ് ലെറ്റിംഗ് ഔട്ട് ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. പക്ഷേ പുതിയതിൽ പറയുന്നത് ലെറ്റിംഗ് ഔട്ട് ഓഫ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിനെ കുറിച്ചാണ്. പുതിയതിൽ പറയുന്നത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. സോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആർക്ക് ലെറ്റ് ഔട്ട് ചെയ്യാണ്? നേരത്തെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയർ ഓഫ് സർവീസ് എനി പേഴ്സൺ ഹു ഈസ് അൺരജിസ്റ്റേർഡ് ഓഫ് ദ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും RCM പേ ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുണ്ട്. ആൻഡ് ദ കാറ്റഗറീസ് റെസിഡൻഷ്യൽ ആയിരുന്നു. ഇപ്പോൾ കൊമേഴ്ഷ്യൽ, ഇപ്പോൾ നമ്മൾ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ വീടിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിൻ്റെ ഓണേഴ്സ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആൾക്കാർ, സർവീസ് ബൈ വേ ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓണേഴ്സ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് സപ്ലയർ ഓഫ് സർവീസ്. ഓക്കെ, ഓണേഴ്സ് അൺരജിസ്റ്റേർഡും ആ ബിസിനസ് നടത്തുന്നത്, ഇപ്പോൾ പെയിൻറ്റ് കടയായിരിക്കാം നടത്തുന്നത്, അല്ലെങ്കിൽ ബാഗ്സിൻ്റെ ഷോറൂം ആയിരിക്കാം, ഷൂസിൻ്റെ ആയിരിക്കാം, ലാപ്ടോപ്സിൻ്റെ ആയിരിക്കാം, എന്ത് ഷോപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ നടത്തുന്ന ആൾക്കാർ, ബിസിനസ് റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് രജിസ്റ്റേർഡ് ആണെങ്കിൽ റെസിപ്പിയൻ്റ് ഈസ് ലയബിൾ ടു പേ അണ്ടർ വാട്ട്? RCM. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. നിങ്ങളുടെ എക്സാമിനായിട്ടേക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കുക. സോ RCM നേരത്തെ
raised to 4 ആയിരുന്നു. Now it is what r raised to 5i. Okay, so this is one of the important amendment നോട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, കൺക്ലൂഷൻ എന്താ? അപ്പോൾ ലാൻഡ് ഈസ് അൺരജിസ്റ്റേർഡ്, tenant is registered, type of the property commercial property, who is liable to pay? Tenant is liable to pay, that is recipient of service is liable to pay under RCM. Is that clear? So moving further, list down the services notified under 9(5). നമ്മൾ the house is full of rats. ഓക്കെ, അത് നമ്മൾ കണ്ടായിരുന്നല്ലോ, house is full of rats. അവിടെ ചെറിയൊരു കാര്യം കൂടി ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സേ ആർ എന്നുള്ളത് എന്തായിരുന്നു? റെസ്റ്റോറൻറ്റ് സർവീസ് ആയിരുന്നു. എ അക്കോമഡേഷനും ടി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ഒക്കെ ആയിരുന്നു അല്ലേ. പിന്നെ ഹൗസ് കീപ്പിംഗ് ഉണ്ടായിരുന്നു. സോ ഇവിടെ കോഡിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, subsection 5 a second, housekeeping. Yeah, you can see here the house is full of rats, I have booked housekeeping service through ECO. ഓയും കൂടി അവിടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ the house is full of rats, I have booked housekeeping. the house is full of rats എന്നാക്കിയിട്ടുണ്ട് കോഡ്. the house is full of rats എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ അപ്പോൾ ഹൗസ് കീപ്പിങ്ങിന് ഇങ്ങോട്ട് പുള്ളി ചെയ്തിട്ട് the house is full of rats, I have booked housekeeping service through ECO, they will come to clean the house. Okay, is that clear? So the house is full of rats ൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനെല്ലാം RCM വരും. RCM വരുമ്പോഴേക്കും നമ്മൾ 9(3) നോക്കിയല്ലോ, ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ്. അതിൽ ആരാ സർവീസ് ഇത് കൊടുക്കേണ്ടത്? റെസിപ്പിയൻ്റാണ് കൊടുക്കേണ്ടത്, ശരിയല്ലേ? 9(3)ൽ 9(5)ൽ ഇ കൊമേഴ്സ് ത്രൂ ഓപ്പറേറ്റർ ത്രൂ സപ്ലൈ ചെയ്യുന്ന സർവീസസിന് ഹു ഷുഡ് പേ? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ ഷുഡ് പേ RCM. ഓക്കെ, ഈ സർവീസസ് മാത്രമാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. എന്താ? ഒംനിബസ് നേരത്തെ ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സർവീസസിൻ്റെ ഇവിടെ എക്സെപ്റ്റ് ഒംനിബസ് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് വേറെ എൻട്രി ത്രൂ ഇവിടെ ഒംനിബസ് എന്ന് ഇട്ടിട്ടുണ്ട്. സോ ഒംനിബസിൻ്റെ സർവീസ് എന്താ? ഒംനിബസ് എന്ന് പറയുമ്പോഴേക്കും 5 മീൻസ് മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് അഡാപ്റ്റഡ് ടു ക്യാരി മോർ ദാൻ ഗ്രേറ്റർ ദാൻ 6 persons എക്സ്ക്ലൂഡിങ് ദ ഡ്രൈവർ. ഓക്കെ, സോ ഇത് നമ്മൾ ക്ലാസ്സിൽ കണ്ട ഒരു കാര്യമാണ്. എക്സാമ്പിൾസ് എല്ലാം വെച്ചിട്ട് പിക്ചേഴ്സ് എല്ലാം നമ്മൾ ഗൂഗിളിൽ നിന്ന് നോക്കിയായിരുന്നു. സോ ഒംനിബസ്സിനാണെങ്കിൽ എന്താ? RCM വരും. എക്സെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എക്സെപ്റ്റ് പേഴ്സൺ സപ്ലൈയിങ് സച്ച് ഒംനിബസ് സർവീസ് ത്രൂ ഇഷ്യൂ എ കമ്പനി ആണെങ്കിൽ RCM വരില്ല, ഫോർവേഡ് ചാർജ് ആയിരിക്കും വരണത്. ഇസ് ദാറ്റ് ക്ലിയർ? കമ്പനിയാണ് ഒംനിബസിന് സർവീസ് കൊടുക്കുന്നത്, അതാണ് ചേഞ്ച് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ആരാ കൊടുക്കേണ്ടത്? കമ്പനി ആണെങ്കിൽ ഒംനിബസിന് സർവീസ് കൊടുക്കുന്ന RCM വരില്ല, വാട്ട് വിൽ കം? ഫോർവേഡ് ചാർജ് വിൽ കം. എന്നിട്ട് ECO എന്ത് ചെയ്യും? TCS കളക്ട് ചെയ്യും. സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ ആൻ ഒംനിബസ് except omnibus ആണെങ്കിൽ 9(5) will attract, except where the person supplying such service through ECO is a company. So if supplier of service is a company, TCS shall be applicable. Okay, supplier of service other than company ആണെങ്കിൽ LLP, partnership, proprietorship, RCM under section 9 subsection 5 shall be applicable. That's the only change. നേരത്തെ the house is full of rats എന്നായിരുന്നു, I have booked housekeeping, അത് മാറ്റിയിട്ട് the house is full of rats എന്നുള്ളതായി. Okay, clear? So moving further, conclusion എന്താ? Omnibus service through ECO ആണെങ്കിൽ RCM will apply under 9 subsection 5. ECO will have to pay what? Tax. But if omnibus service is provided by private limited company will have to pay tax under forward charge, and ECO will have to collect TCS under section 52. Is that clear? നെക്സ്റ്റ് ഇസ് ഇത് നമ്മൾ RTPയിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഈ ഒരു പോയിന്റ് കൂടി ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ, ടാക്സിബിലിറ്റി ഓഫ് ഡയറക്ടർ ആണെങ്കിൽ നമ്മൾ കണ്ടു അല്ലേ, ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ് RCM. സാഡിൽ D എന്താ? ഡയറക്ടറാണ് അല്ലേ. സാഡിൽ D ഗുഡ് ലുക്കിംഗ് ഇൻഡിവിജ്വലി സാഡ് ബിക്കോസ് യു വിൽ ഹാവ് ടു പേ RCM. സാഡിൽ D എന്താ? D ഈസ് ഡയറക്ടർ, ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് അല്ലേ. Director of a company അല്ലേ, ഡയറക്ടർ പ്രൊവൈഡിങ് സർവീസസ് ടു എ കമ്പനി ഹു ഈസ് ലയബിൾ ടു പേ കമ്പനി. പക്ഷേ ഡയറക്ടർ അയാളുടെ ഒരു വീടുണ്ട്, അത് കമ്പനിക്ക്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, അത് കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ ഒരു സർവീസ് അല്ലേ, ഡയറക്ടർ പ്രൊവൈഡിങ് റെൻ്റൽ സർവീസസ് ടു കമ്പനി, അതിന് RCM വരുമോ ഫോർവേഡ് ചാർജ് വരുന്നതാണ്. അത് ഡയറക്ടർ എന്നുള്ള
ഡെസിഗ്നേഷനിലല്ല ആ ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണ്. അപ്പോൾ അതിന് ഫോർവേഡ് ചാർജേ വരുള്ളൂ. ഡയറക്ടർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുമ്പോൾ സിറ്റിംഗ് ഫീസ് അങ്ങനെയുള്ള ഡയറക്ടർ റിലേറ്റഡ് ആയിട്ട് ഒരു ഡയറക്ടറിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സർവീസസ് ആണ് 9(3) RCM വരുന്നതെന്നുള്ളതാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. സോ ടാക്സസ് ഓൺ സർവീസസ് സപ്ലൈഡ് ബൈ എ ഡയറക്ടർ ഓഫ് എ കമ്പനി in his personal capacity, such as renting of immovable property to the company, body corporate, not payable under reverse charge mechanism because it is in its own personal capacity. അത് വേണമെങ്കിൽ വേറെ ആൾക്കാർക്കും റെന്റിന് കൊടുക്കാമല്ലോ ഡയറക്ടർക്ക്. Taxes on service supplied by director of a company, body corporate company, or the body corporate is payable by the company under reverse charge basis. It is clarified that services supplied by a director of a company, body corporate to the company or body corporate in this private or personal capacity angle, such as supplies by way of renting of immovable property, are not taxable under RCM. It is taxable under forward charge mechanism. So only those services supplied by the director of the company which are supplied by him as or in the capacity of a director എന്നുള്ള കണക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് RCM വരുന്നത് of that company or body corporate shall be taxable under RCM in the hands of the company. Okay. Conclusion. Services provided by director to a company shall be liable to pay under RCM. But if services provided by a director is in his personal capacity ആണ്, അയാൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്, അത് എന്ത് ചെയ്യുക കമ്പനിയിലേക്ക് കൊടുക്കുവാണ്. ഓക്കെ. സോ ദാറ്റ്സ് പ്രൊവൈഡഡ് ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി. സോ ദെൻ ഫോർവേഡ് ചാർജ് വിൽ അപ്ലൈ. ഓക്കെ. നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് പ്ലേസ് ഓഫ് സപ്ലൈ. ഒരു പുതിയ സെക്ഷൻ വന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു 10 subsection 1CA. ഇതിന് പുതിയൊരു ക്ലാരിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് എന്താ പറയുക, പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ കുറേ ബംഗാളികൾ ഇവിടെ ഉണ്ട് അല്ലേ, തമിഴിയൻസ് ഉണ്ട് അല്ലേ. സോ അവർ കൗണ്ടറിൽ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് ക്ലാരിറ്റി ഇൻ അഡ്രസ്സ് എന്നുള്ള കാര്യം അല്ലേ. പ്ലേസ് ഓഫ് സപ്ലൈയിൽ So you can see here CA, clarity in address of unregistered person. Okay, address ഉണ്ടെന്നാണെങ്കിൽ എന്താ പറയുന്നത്, അഡ്രസ്സ് ഉണ്ടെന്നാണെങ്കിൽ address of the registered person, place of supply shall be the place of recipient if address is available in the invoice. ഇപ്പോൾ മൈജി ചെന്നിട്ട് ഒരാൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ലുലുവിൽ ചെന്നിട്ട് ഒരാൾ വാങ്ങിച്ചു, തമിഴ്നാടെന്നോ ബംഗാളിൽ നിന്നോ ഉള്ള ഒരാൾ വന്ന് വാങ്ങിച്ചു, അയാളുടെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദാറ്റ് അഡ്രസ്. ബംഗാൾ ആണെങ്കിൽ ബംഗാൾ IGST ആയിരിക്കും ചാർജ് ചെയ്യുന്നത്, തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് IGST ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലോ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലയർ ഇറ്റ് സെൽഫ്. ഇവിടെ ഒരു ക്ലാരിറ്റി വന്നു. ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഒരു ക്ലാരിഫിക്കേഷൻ വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്താ പറയുക, ഇതിനെ ബേസ് ചെയ്തിട്ട് RTPയിൽ ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് തന്നെ നോട്ട് ചെയ്യേണ്ടതാണ്. ഡയറക്റ്റ്ലി ചിലപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഓക്കെ. മിസ്റ്റർ എ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ലൊക്കേറ്റഡ് ഇൻ സ്റ്റേറ്റ് ഓഫ് എക്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പ്ലേസസ് ആൻ ഓർഡർ ഇൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഫോർ സപ്ലൈ ഓഫ് മൊബൈൽ ഫോൺസ് വിച്ച് ഈസ് ടു ബി ഡെലിവേർഡ് അറ്റ് ആൻ അഡ്രസ് ലൊക്കേറ്റഡ് ഇൻ സ്റ്റേറ്റ് വൈ. അപ്പോൾ എക്സിലുള്ള ആളാണ്, അയാൾ ഓൺലൈൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. എക്സ് എന്നുള്ള സ്റ്റേറ്റിലേക്കല്ല വരേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, വൈ എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. സോ ബിൽ ടു നമുക്ക് നോക്കാം. ഇൻ സച്ച് എ സിനേരിയോ, what would be the place of supply of the said mobile phone, whether state pertaining to the billing address. So let's say A endu paranju sir, billing address ennu parayunnathu state X aanu, delivery address ennu parayunnathu, this is the case of bill to ship to aanu, പക്ഷേ this is the case of not B2B supplies, it is B2C supplies, Y aanu. ഏതായിരിക്കും place of supply എന്നുള്ളതാണ്. state X or state pertaining to a delivery address, that is state Y ഏതായിരിക്കും place of supply. Okay. So clarification വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ as per the provisions of 10 subsection 1CA, that is 10 subsection 1CA discussed above, the place of supply of goods shall be the address of the delivery ആണെന്ന് പറഞ്ഞ clarification വന്നു. Okay. recorded on the invoice, that is state Y ആയിരിക്കും place of supply. ഇത് ഡയറക്ട്ലി ഷുവർ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഇപ്രാവശ്യം എക്സാമിന്. ഓക്കെ, ബിക്കോസ് RTPയിലും ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. സോ ഇൻ ദ പ്രസൻറ്റ് കേസ് വേർ ദ ഡെലിവറി അഡ്രസ് ഈസ് ലൊക്കേറ്റഡ്. സോ ഇൻ ദിസ് കേസ് ഇതായിരിക്കും ഏത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ.
So billing address X ആണ്, state X ആണ്, delivery address state X ആണെങ്കിൽ ഏതായിരിക്കും place of supply? State X തന്നെയായിരിക്കും. ഇവിടെ രണ്ടും രണ്ട് സ്ഥലങ്ങളായി. So ഓർത്തിരിക്കുക ഈ ഒരു clarification. Okay. So also in such case involving supply of goods to an unregistered person where the billing address and the delivery address are different, the supplier may record the delivery address as the address of the recipient on the invoice for the purpose of determining the place of supply of the said goods. Okay. So Amazonil നിന്നും എന്ത് സംഭവിച്ചു? ബില്ലിംഗ് അഡ്രസ് എങ്ങോടാ? മഹാരാഷ്ട്രയാണ്. ഡെലിവറി അഡ്രസ് എങ്ങോടാ? ഉത്തർപ്രദേശാണ്. So this is a B2C case. So the place of supply shall be the state in which it is delivered, that is Uttar Pradesh. Okay. Conclusion എന്താ? Bill to ship to unregistered person B2C transaction ആണ്, that is 10 subsection 1 clause C യിൽ പറഞ്ഞിരിക്കുന്നത്. So in this delivery address shall be the place of supply and not the billing address. In this case place of supply shall be Uttar Pradesh, that is the delivery address Uttar Pradesh. That is a വളരെ important ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു point ആണ്. Okay. Next let's see the changes under the exemptions chapters. Amendments exemptions chapter നോക്കാം. ആക്ച്വലി കുറച്ച് എല്ലാ പോയിന്റ്സ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് amendment 1 amendment 2 എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു പേജിലോ അല്ലെങ്കിൽ 1.5 പേജിലോ നിൽക്കാവുന്ന രീതിയിൽ സമ്മറൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഓരോന്ന് പോയിന്റ്സ് എന്ത് ചെയ്യാം നോക്കി വരാം, എന്നിട്ട് ആ സമ്മറി ടേബിളിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ലെറ്റ് സി എക്സംഷൻസ്. അമെൻമെൻറ്റ് ആദ്യത്തെ അമെൻമെൻറ്റ് എന്താ നോക്കാം. അപ്രൂവ്ഡ്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ലൈക്ക് വൊക്കേഷണൽ സേ നാഷണൽ കൗൺസിൽ അപ്രൂവ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സിലെ അവിടുത്തെ ഒരു പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? എഡ്യൂക്കേഷൻ ആൻഡ് എന്നുള്ള കാര്യം ആഡ് ഓൺ ആയി, അത്ര മാത്രമേ ഉള്ളൂ മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ. സേ ഫോർ എക്സാമ്പിൾ we go to the exemptions. Okay, you can see here നേരത്തെ ഉണ്ടായിരുന്നത് NCVT എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് കറക്റ്റ് ചെയ്തിട്ട് NCVT എന്നുള്ളത് മാറ്റിയിട്ട് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്നാക്കി. ഓക്കെ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാക്കി. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ and training. Okay, is that clear? So vocational education and training. നേരത്തെ vocational എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. വൊക്കേഷണൽ ട്രെയിനിങ് എന്നുണ്ടായിരുന്നു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാക്കി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. മൂവിങ് ഫർദർ ടു ദ നെക്സ്റ്റ് അമെൻമെൻറ്റ്. അഫിലിയേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസസ് ഏറെയുള്ളൊരു അമെൻമെൻ്റ് ആണ്. അതായത് affiliation provided by universities to colleges. Affiliation provided by universities to colleges. Affiliation നമുക്കിവിടെ കൺക്ലൂഷൻ ഉണ്ട്, നമുക്കത് സമ്മറി ആയിട്ടുള്ളത് നോക്കാം. സോ യു ക്യാൻ സീ ഹിയർ ആക്ടിവിറ്റി ഓഫ് അഫിലിയേഷൻ ടു മോണിറ്റർ ആൻഡ് ടു എൻഷുർ. എന്താ അഫിലിയേഷൻ? ഒരു അഫിലിയേറ്റഡ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രിമിസസും അവരുടെ ടീച്ചിങ് കപ്പാസിറ്റിയും അതായത് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതും എല്ലാം നോക്കും, എന്നിട്ടാണ് അഫിലിയേഷൻ കൊടുക്കുന്നത്. ശരിയല്ലേ? സോ ലെറ്റ് സീ ഓവർ ഹിയർ അഫിലിയേഷൻ ടു കോളേജസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The activity of affiliation is to monitor and to ensure whether the institution possesses required infrastructure in terms of space ഉണ്ടോ, ടെക്നിക്കൽ prowess ഉണ്ടോ, എന്താ പറയുക, ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ഉണ്ടോ, ഫാക്കൽറ്റിയുടെ സ്ട്രെങ്ത് ഉണ്ടോ. Okay, and is thereby eligible for the privileges to conduct a course or program. ഡിഗ്രിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടോ എക്സ്റ്റൻഡ് ബൈ ദി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. ഓക്കെ. എന്നിട്ട് എൻറോൾമെൻറ്റ് അഫിലിയേഷൻ കൊടുക്കുകയുള്ളൂ. The affiliation services provided by the universities are not related to admission of the students. നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടായിരുന്നല്ലോ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുത്താലാണ് എക്സംഷൻ എന്ന് കണ്ടത്? സർവീസസ് പ്രൊവൈഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീസ് അല്ലേ, ഫാക്കൽറ്റി, എഡ്യൂക്കേറ്റഡ് സ്റ്റുഡൻസ്, എന്താ പറയുക, എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് സ്റ്റാഫ് നമ്മൾ കണ്ടായിരുന്നു. ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ എക്സംഷൻ എന്നുള്ളത്? അഡ്മിഷൻ അല്ലേ, അഡ്മിഷൻ ടു സ്കൂൾ അല്ലേ. ഇസ് ദാറ്റ് ക്ലിയർ? ഇതല്ല എക്സംഷൻ എന്ന് കണ്ടത്. അഡ്മിഷൻ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു അഡ്മിഷൻ ആയിട്ട് വരും ഇല്ല. ഓക്കെ. സോ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു അഡ്മിഷൻ ആണ് of the students in such colleges or conduct of the examination. It has been clarified that the affiliation services provided universities to their constituents are not covered with the exemption. അതുകൊണ്ട് തന്നെ ഇതിന് എക്സംഷൻ കാറ്റഗറി ഇല്ല. ഇറ്റ് ഈസ് വാട്ട് ടാക്സബിൾ എന്നുള്ളതിലാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ടാക്സബിൾ. ഓക്കെ. ഇസ് ദാറ്റ് ക്ലിയർ? Concluded. And next let's move on to amendment 3. Affiliation provided by central government, state government, educational boards to councils or other similar bodies to schools. സ്കൂൾസിന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സ്കൂൾ ഉണ്ടാവും അല്ലേ. ഗവൺമെൻറ്റും ഉണ്ടാവും, അതർ ദാൻ ഗവൺമെൻറ്റും ഉണ്ടാവും അല്ലേ. അതർ ദാൻ ഗവൺമെൻറ്റും ഉണ്ടാവും. നമുക്ക് നോക്കാം അതിൻ്റെ അഫിലിയേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്.
Okay. So activity affiliation carried out by educational boards, councils or other similar bodies to monitor to ensure school possess required infrastructure, finance facility, finances, faculty strength and thereby the eligible privileges to operate അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളും സ്പേസസും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദി അഫിലിയേഷൻ സർവീസസ് എന്ന് വെച്ചാൽ നോട്ട് റിലേറ്റഡ് ടു അഡ്മിഷൻ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിവിടെ നോക്കിയത് ടു സ്കൂൾ ഐ ഹോപ്പ് യു റിമെമ്പർ അല്ലേ, സെക്യൂരിറ്റി സർവീസസ് അല്ലേ, ക്ലീനിങ് സർവീസ്, ഹൗസ് കീപ്പിംഗ് അല്ലേ, omnibus ഉണ്ടായിരുന്നു, ഓൺലൈൻ ജേർണൽ ആൻഡ് എൽ ഫോർ ലഞ്ച്. കീപ്പ് ഓൺ റിവൈസിങ് ദ മന്ത്രാസ് കീപ്പ് ഓൺ റിവൈസിങ് ദ മന്ത്രാസ്. ഓക്കെ. സോ ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് ബിൻ ക്ലാരിഫൈഡ് ദാറ്റ് CBIC that such service affiliation provided to schools by central government or state government educational boards, central or state educational boards, councils or other similar bodies by whatever name called are what taxable എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പക്ഷേ എന്നിരുന്നാലും however the affiliation service provided by central or state government state educational boards, council, other similar to government schools ആണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക, ഗവൺമെൻറ് സ്കൂൾസ് ആണെങ്കിൽ schools established on controlled by central government ആയിരിക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിറ്റ് ലോക്കൽ അതോറിറ്റി ആർ എക്സംപ്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഗവൺമെൻറ് ആണെങ്കിൽ അത് എക്സംപ്റ്റഡും അഫിലിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ടാക്സബിൾ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത്. ഓക്കെ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അഫിലിയേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ മൂവിങ് ഓൺ ഫർദർ ടു ദ മിനിസ്ട്രി ഓഫ് റെയിൽവേ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RTPയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സെയിൽ ഓഫ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സും സെയിൽ ഓഫ് ലൈക്ക് ക്ലോക്ക് റൂം സർവീസസിനെ ബേസ് ചെയ്തിട്ട് RTPയിൽ ഇപ്രാവശ്യം ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സംഷനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത എക്സംഷൻ എൻട്രി ആണത്. ഇത് ഓർത്തിരിക്കാനായിട്ടുള്ളത് P for what പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ്, W for what വെയിറ്റിംഗ് റൂംസ് ഓർ റിട്ടയറിംഗ് റൂംസ്, ഓക്കെ, C for what ക്ലോക്ക് റൂംസ്, നമ്മുടെ ലഗേജ് ഒക്കെ വയ്ക്കുന്ന ക്ലോക്ക് റൂംസ്, ഓക്കെ, ആൻഡ് ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസ്. ഐ ഹാവ് മെയിൻറ്റെയിൻഡ് അവർ എന്താ പറയുക ദ സിസ്റ്റം. ഇതിന് എക്സ്പാൻഷൻ ഇല്ല, അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ ബ്ലൂവിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പാൻഷൻ ഉള്ളതെല്ലാം റെഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന എൻട്രിയാണ്. ആൻഡ് ഓൾസോ യു ഷുഡ് ഒബ്സർവ് ഹിയർ സർവീസസ് പ്രൊവൈഡ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ടു കോർപ്പറേറ്റ്സ് എന്നല്ല, ടു ഇൻഡിവിജ്വൽസ് അല്ലേ, ടു ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് വാട്ട് എക്സംപ്റ്റ് എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന 9E എന്നുള്ള എൻട്രി അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ കോഡ് വേർഡ്. P for പ്ലാറ്റ്ഫോം ടിക്കറ്റ്സിന് അപ്പോൾ GST ഇല്ല. V for വെയിറ്റിംഗ് റൂംസ് ഓർ റിട്ടയറിംഗ് റൂംസ്. C for what ക്ലോക്ക് റൂംസ് സർവീസസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വാട്ട് ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസ്. സോ PW ഓഡിറ്റേഴ്സ് യൂസ്ഡ് എന്ത് ഉപയോഗിച്ചു? PW ഓഡിറ്റേഴ്സ് ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസ് ഉപയോഗിച്ചു, അവൈലബിൾ അറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. So next is what Ministry of Railways. Services provided by one zone or division under the Ministry of Railways. ഒരു സോണോ ഡിവിഷനോ ആരുടെ കീഴിലുള്ളത്? മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിലുള്ളത് സർവീസ് കൊടുക്കുവാണ്. വേറൊരു സോണോ ഡിവിഷനോ മിനിസ്ട്രി ഓഫ് റെയിൽവേസിലുള്ള വേറെ സോണോ ഡിവിഷനോ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സംഷൻ്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യമുള്ളത് ഓവർ ഹിയർ വി ക്യാൻ സീ ഇറ്റ് ഈസ് എ GTA സർവീസ്. ഓക്കെ, GTA സർവീസ് വി ക്യാൻ സീ ഓവർ ഹിയർ. ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് CBIC ആൻസിലറി, അതായത് GTA സർവീസ് അല്ലേ, നമ്മൾക്കറിയാം GTA സർവീസ് ആക്ച്വലി 3 രീതിയിലുള്ള ടാക്സിബിലിറ്റി ഉണ്ട് അല്ലേ GTA സർവീസസിന്. ഫോർവേഡ് ചാർജ് 12% വിത്ത് ITC ഉണ്ട്, ഫോർവേഡ് ചാർജ് 5% വിത്തൗട്ട് ITC ഉണ്ട്, റിവേഴ്സ് ചാർജ് 5% ഉണ്ട്. ഓക്കെ. സോ GTA ചിലപ്പോൾ GTA എന്ന് വെച്ചാൽ എന്താ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. സോ അവർ ചിലപ്പോൾ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്ത് കൊടുത്തേക്കാം. സാധനങ്ങളോട് എത്തിക്കഴിയുമ്പോൾ ലോഡിങ് സർവീസും അൺലോഡിങ്ങും കയറ്റാനും ഇറക്കാനൊക്കെ ചെയ്ത് കൊടുത്തേക്കാം. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ പോണ സ്ഥലത്ത് എവിടെയെങ്കിലും വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ടെമ്പററി വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയെ കൊടുത്തേക്കാം. ഇതിൻ്റെ ടാക്സിബിലിറ്റിയെ ചോദിച്ചിരിക്കുന്നത് ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആണോ, GTയുടെ കൂടെ തന്നെ വരുന്നൊരു സപ്ലൈ ആണോ, അതോ ഇത് വേറെ സെപ്പറേറ്റ് സർവീസ് ആയിട്ട് തന്നെ കണക്കാക്കണോ? ഇങ്ങനെയുള്ള ആൻസിലറി സർവീസസ് ഉണ്ടല്ലോ കൊടുക്കുന്നത്, ലോഡിങ് അൺലോഡിങ് പാക്കിംഗ് ട്രാൻസ്ഷിപ്മെൻ്റ് ഒക്കെ. ഓക്കെ, ഇതിനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, പറയുന്നത് ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് ഇൻവോയ്സിംഗ് യൂസ്ഡ് ബൈ GTA will not generally alter the nature of composite supply. Is that clear? So 12% forward charge ആണെങ്കിലും വിത്ത് ITC, 5% forward charge without ITC ആണെങ്കിലും 5% റിവേഴ്സ് ചാർജ് ആണെങ്കിലും ഇങ്ങനെയുള്ള സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് സപ്ലൈയും പ്രിൻസിപ്പൽ സപ്ലൈ GTA ആണ്, അതിനനുസരിച്ചായിരിക്കും ടാക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ?
സോ മൂവിങ് ഫർദർ ഹൗവർ പക്ഷേ GTA സർവീസ് കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെയുള്ള സർവീസ് കൊടുക്കുകയാണ്. എങ്ങനെയുള്ള സർവീസ് സേ പാക്കിംഗ് സർവീസ് കൊടുക്കുകയാണ്, ലോഡിംഗ് അൺലോഡിംഗ് സർവീസ്, അൺപാക്കിംഗ്, ട്രാൻസ്ഷിപ്മെൻറ്റും വെയർ ഹൗസിംഗ് കൊടുക്കുകയാണ്. അതിന് വേറെ ബില്ല് റേസ് ചെയ്യുവാണ് GTA സേ ഒരു 1 lakh റേസ് ചെയ്തു. അത് കൂടാണ്ട് വേറെ അതിൻ്റെ കൂടെ അല്ല റേസ് ചെയ്യുന്നത്, വേറെ സെപ്പറേറ്റ് ബില്ലായിട്ട് സേ ഒരു 15,000 കൂടി റേസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അത് കോമ്പോസിറ്റ് സപ്ലൈ ആവില്ല സെക്ഷൻ 8 അനുസരിച്ചുള്ളത്. അതിൻ്റെ സർവീസിന് എത്രയാണ് റേറ്റ്സ് അത് തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഹൗവർ ഇഫ് സച്ച് സർവീസസ് ആർ നോട്ട് പ്രൊവൈഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻവോയ്സ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ then these services will not be treated as what composite supply. അപ്പോൾ GTയുടെ റേറ്റ് ആയിരിക്കില്ല അപ്ലൈ ചെയ്യുന്നത്. ആ സർവീസിൻ്റെ റേറ്റ്സ് എത്രയാണ് 18 ആണെങ്കിൽ 18% അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഈസ് വാട്ട് റീഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, റെട്രോസിഷൻ എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് ഇതും കൂടി റീഇൻഷുറൻസിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്തു ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെട്രോസിഷൻ എന്നുള്ളൊരു സർവീസും കൂടി എന്തായിട്ടുണ്ട് ഇപ്പോൾ എക്സംഷൻ എൻട്രിയിലേക്ക് റീഇൻഷുറൻസിൻ്റെ എൻട്രി 36A ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, റെട്രോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇൻഷുറൻസ് ട്രാൻസാക്ഷൻ വെർ ബൈ എ പാർട്ട് ഓഫ് ദി അസ്യൂംഡ് റീഇൻഷുർഡ് റിസ്ക് ഇസ് ഫർദർ സീഡഡ് ടു അനദർ ഇന്ത്യൻ ഇൻഷുറർ ഓർ ക്രോസ് ബോർഡർ ഇൻഷുറർ. ഓക്കെ, ആ ഒരു സർവീസും കൂടി എന്തായിട്ടുണ്ട് റീഇൻഷുറൻസിൻ്റെ കാറ്റഗറിയിലേക്ക് എക്സംഷൻ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. സോ മൂവിങ് ഫർദർ NSDCനെ ബേസ് ചെയ്തിട്ടുള്ളത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഓക്കെ, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഓവർ ഹിയർ നമ്മളുടെ മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഓക്കെ, അതിലെ ആണ് എന്താ പറയുക NSDC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണുള്ളത്. എനി സർവീസസ് പ്രൊവൈഡഡ് ബൈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ്. അതിനകത്ത് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയൊരു എൻട്രിയും കൂടി പുതിയതായിട്ട് ഇവിടെ ആഡ് ഓൺ ആയെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ABCD അല്ലേ ഉള്ളത്. സോ ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ ABCD ആണുള്ളത് അല്ലേ. ഇതാണ് പഴയത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഏർലിയർ 1 എന്ന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഏർലിയർ 1 എന്ന് ഇട്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ നോക്കൂ, നൗ എന്ത് സംഭവിച്ചു ABCDE ഒരു എൻട്രിയും കൂടി കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അതെന്താണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, സോ ഓവർ ഹിയർ വി ക്യാൻ സീ National Skill Development Corporation set up by Government of India. Any services provided by NSDC set up by government. National Skill Development Corporation അതുണ്ട്. ഓക്കെ, സെയിം. പിന്നെ ഉള്ളത് എനി സർവീസസ് പ്രൊവൈഡഡ് ബൈ സെക്ടർ സ്കിൽ കൗൺസിൽ അപ്രൂവ്ഡ് ബൈ NSDC ആണ്. ഇവിടെ ഉള്ളത് സെക്ടർ സ്കിൽ കൗൺസിൽ എന്നില്ല, നാഷണൽ കൗൺസിൽ വൊക്കേഷണൽ അങ്ങനെയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ യു ക്യാൻ സീ ഹിയർ സെക്ടർ സ്കിൽ എന്നുള്ളത് മാറിയിട്ടുണ്ട്. ആൻ അസസ്മെൻറ്റ് ഏജൻസി അപ്രൂവ്ഡ് ബൈ സെക്ടർ സ്കിൽ. ഓക്കെ, ഫോർ ഓർ ദി NSDC. ഓക്കെ, സോ അത് മാറിയിട്ട് ഇവിടെ നിന്നാണ് ആ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അവാർഡിംഗ് ബോഡി റെക്കഗ്നൈസ്ഡ് ബൈ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ. അത് പുതിയതായിട്ട് ആഡ് ഓൺ ആയതാണ് ആ വേർഡ്. നെക്സ്റ്റ് ഇസ് അസസ്മെൻറ്റ് ഏജൻസി റെക്കഗ്നൈസ്ഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. Next is what training body accredited with awarding body that is recognized by. So ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് recognized by എന്താ പറയുക recognized by എന്നുള്ളതൊക്കെ എന്തായിട്ടുണ്ട് ഇവിടെ നാഷണൽ കൗൺസിൽ NCVETക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ആയിട്ടുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ എന്താ പറയുക സെക്ടർ സ്കിൽ കൗൺസിൽ അപ്രൂവ്ഡ് ബൈ NSDC ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്രൂവ്ഡ് ബൈ NSDC. ഇപ്പോൾ അത് മാറിയിട്ട് എന്തായി നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എന്നുള്ളതായി കൂടുതലായിട്ട്. ഇൻ റിലേഷൻ ടു എന്ത് സർവീസ് കൊടുക്കുവാണ് ഇവർ സർവീസ് കൊടുക്കുവാണ്, സർവീസസ് പ്രൊവൈഡഡ് ബൈ എന്ത് സർവീസ് കൊടുക്കുവാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊടുക്കുവാണ്, വൊക്കേഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് കൊടുക്കുവാണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഓക്കെ, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പറയുന്നത് ഇതൊക്കെ എക്സംപ്റ്റഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഹോസ്റ്റൽ അക്കോമഡേഷൻ. എന്താ ആക്ച്വലി അക്കോമഡേഷൻ നമ്മൾക്ക് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആണെങ്കിൽ എന്താ പറയുന്നത് റെസിഡൻഷ്യൽ അല്ലേ, ഡ്വെല്ലിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു രജിസ്റ്റേർഡ് പേഴ്സണാണ് എടുത്തിരിക്കുന്നതെങ്കിൽ റെസിപ്പിയൻ വിൽ ഹാവ് ടു പേ RCM. അപ്പോൾ ഈ ഹോസ്റ്റൽ അക്കോമഡേഷൻ്റെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ആണല്ലോ, ഹോസ്റ്റലിലും ആൾക്കാർ താമസിക്കുകയല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവിടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ, വർക്കിംഗ് മെൻസ് ഹോസ്റ്റൽ എന്നെല്ലാം പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ടാകും, അവിടെയും താമസിക്കുകയല്ലേ ചെയ്യുന്നത്. അതും അപ്പോൾ ഒരു രീതിയിലുള്ള അക്കോമഡേഷൻ അല്ലേ, കാരണം അവരവിടെ താമസിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ
ഹോസ്റ്റലുകാരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് എക്സംഷൻ വേണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കൊമേഴ്ഷ്യൽ അല്ല, ബിസിനസ് അല്ല, ഇതും ഒരു എക്സംഷൻ എൻട്രി, ഐ മീൻ അക്കോമഡേഷൻ എൻട്രിയിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ ഇന്ത്യ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു, ഒരു പുതിയൊരു എൻട്രി കൊണ്ടുവന്നു. എൻട്രി ഇങ്ങനെയാണ് പറയുന്നത്. എൻട്രി നമ്പർ 12 റെസിഡൻഷ്യൽ റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് എക്സംപ്റ്റ് ആണെന്നൊക്കെ പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. നത്തിങ് ഇൻ ദിസ് ഷാൽ അക്കോമഡേഷൻ സർവീസസ് ടു സ്റ്റുഡൻസ് ഇൻ സ്റ്റുഡൻസ് റെസിഡൻസ് അക്കോമഡേഷൻ ഹോസ്റ്റൽ ക്യാമ്പ്സിലൊന്നും അപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ആണെന്ന് വാദിച്ചു. അപ്പോൾ പറഞ്ഞു പുതിയൊരു കാര്യം കൊണ്ടുവന്നു, റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിനകത്ത് ഇതൊന്നും വരില്ല, അതായത് ഹോസ്റ്റൽസ് ഒന്നും വരില്ല. അപ്പോൾ അതൊക്കെ ടാക്സബിൾ ആണെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് എക്സെപ്റ്റ് ആക്കാനായിട്ട് പുതിയൊരു എൻട്രി എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു. 12A എന്നുള്ളൊരു എൻട്രി കൊണ്ടുവന്നു. അതിലൂടെ ഈ ഹോസ്റ്റൽസൊക്കെ എന്ത് ചെയ്തു, എന്താ പറയുക, എക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ, അത് കണ്ടീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കണം. ഇത് ഡയറക്റ്റ്ലി ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. ഇപ്രാവശ്യത്തെ RTPയിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇവിടെയുള്ള സപ്ലൈ ഓഫ് അക്കോമഡേഷൻ ഹാവിങ് വാല്യൂ ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20,000. സോ എന്തായിരിക്കണം അക്കോമഡേഷൻ സർവീസിൻ്റെ വാല്യൂ ഒരു മാസത്തെ? 20,000 പെർ പേഴ്സൺ പെർ മന്ത് പെർ പേഴ്സൺ. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഹോസ്റ്റൽ സർവീസൊക്കെ എക്സെപ്റ്റഡ് ആകണമെന്നാണെങ്കിൽ. ആൻഡ് ദി അക്കോമഡേഷൻ സപ്ലൈ ടു മിനിമം കണ്ടിന്യൂസ് ഓഫ് 90 days. അപ്പോൾ 90 ദിവസം അവിടെ അയാൾ താമസിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സെപ്റ്റഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഈ 90 ദിവസം അയാൾ മിനിമം താമസിക്കുകയും ഒരു മാസം 20,000 രൂപയിലെ മേലെ അയാളുടെ ഒരു വാല്യൂ ഓഫ് ഇത് പോകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഒരാഴ്ചയോ 2 ആഴ്ചയോ താമസിച്ചിട്ട് കാര്യമില്ല. ഹോസ്റ്റൽ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് 2 ആഴ്ചയോ ഒരു മാസവും താമസിച്ചിട്ട് കാര്യമില്ല. 3 മാസമെങ്കിലും ഒരാൾ അവിടെ താമസിച്ചിരിക്കണം. 90 days, എക്സാക്ട്ലി 90 days എങ്കിലും എന്ത് ചെയ്യണം, താമസിച്ചിട്ടുണ്ടാവണം. മിനിമം 20,000 രൂപ പെർ മന്ത് ആയിരിക്കണം അയാളുടെ. അതിന് മേലേക്ക് പോയാലോ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താലോ, 89 days താമസിച്ചുള്ളൂ, എക്സംഷൻ കിട്ടില്ല. ഓക്കെ, 21,000 ഉണ്ട് പെർ മന്ത്, എക്സംഷൻ കിട്ടില്ല. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ 2 കണ്ടീഷനും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തൊരു അമെൻമെൻറ്റ് വന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് മീറ്റർ എന്നുള്ളൊരു കാര്യം. മീറ്റർ ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ എന്താ പറയുക, ഇലക്ട്രിസിറ്റി ബില്ലിനകത്ത് മീറ്റർ ചാർജസിൽ GST വന്നതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മീറ്റർ എന്നുള്ള ആ ഒരു ഏരിയ എക്സെപ്റ്റഡ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ നോട്ട്സിനകത്ത് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ നോട്ട്സ് മീറ്റർ എന്നുള്ളൊരു കോഡ് വേർഡ് തന്നെയുണ്ടല്ലേ നമുക്ക്. So meter, okay. CBSE clarified that other services provided by DISCOM to consumer to fix meter are also exempt എന്നാക്കണം. are liable to GST എന്നായിരുന്നു ഉണ്ടായിരുന്നത്. മീറ്ററിൽ എന്താ, മീറ്റർ ഷിഫ്റ്റിംഗ്, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, എക്സ്പെൻസീവ് ചാർജസ് ഓഫ് സർവീസ് ലൈൻസ്, റെൻ്റൽ ചാർജസ് ആർ ലയബിൾ ടു GST എന്നുള്ളത് മാറ്റിയിട്ട് ആർ ഓൾസോ എക്സെപ്റ്റ് എന്നുള്ളത് ആക്കിയിട്ട് മാറ്റണം. ബിക്കോസ് ഓവർ ഹിയർ വി ക്യാൻ സി സപ്ലൈ ഓഫ് സർവീസ് ബൈ പ്രൊവൈഡിങ് മീറ്ററിംഗ് എക്യുപ്മെൻറ്റ് ഓൺ റെൻറ്റ്. Okay, testing of meters, transformers, capacitors, releasing electricity connection, shifting of meters, service line issuing duplicates, supplies, so and so. അപ്പോൾ പുതിയൊരു എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ട് 25A എന്നുള്ളത് അത് എക്സെപ്റ്റ് ആക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതും ചോദിക്കാവുന്നൊരു ചോദ്യം ആണ്. ഓക്കെ, ആൻഡ് എക്സംഷൻസിലെ ലാസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്. ഓക്കെ, ഇൻകം ടാക്സിലെ സെക്ഷൻ 35 നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, സയൻറ്റിഫിക് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള. സെക്ഷൻ 35 സബ്സെക്ഷൻ 2-ലും സബ്സെക്ഷൻ 1 ക്ലോസ് 2-ലും ക്ലോസ് 3-ലും പറയുന്ന റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജസ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോ ഗവൺമെൻറ് എൻറ്റിറ്റിയോ എന്ത് ചെയ്യുവാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഗ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സെപ്റ്റഡ് ആണെന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്താ പറയുക, എൻട്രി നമ്പർ 44-നകത്ത് ഉള്ളത്. ഓക്കെ, സോ ഗവൺമെൻറ് ഓർ റിസർച്ച് അസോസിയേഷൻ നോട്ടിഫൈഡ് അണ്ടർ 35 subsection 1 clause 2 and 3 of the Income Tax Act. ഓക്കെ, ചെയ്തിട്ട് ഗ്രാൻഡ്സ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സെപ്റ്റഡ് ആണെന്ന് പറയുന്നതാണ് എന്താ പറയുക ഈ ഒരു എൻട്രി. ഓക്കെ, സോ ലാസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റായിട്ട് യു ക്യാൻ സി ഓവർ ഹിയർ, അത് സമ്മറൈസ് ചെയ്തിട്ടുണ്ട് ആ പോയിൻറ്റ്സ് എല്ലാം. സോ അമെൻമെൻറ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇത് വന്നു, ഓൺലി ചേഞ്ച് ഇൻ ദ നെയിം. ഓക്കെ, പിന്നെ അഫിലിയേഷൻ പ്രൊവൈഡ് ടു യൂണിവേഴ്സിറ്റീസ് ഓഫ് കോളേജസ് എന്താ ടാക്സബിൾ ആണ്, കാരണം എഡ്യൂക്കേഷൻ്റെ ഇതിലേക്ക് സർവീസസ് പ്രൊവൈഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഓൺലി അഡ്മിഷൻ ടു സ്കൂൾ മാത്രമേ ഉള്ളൂ എക്സെപ്റ്റഡ് അല്ലേ. അഫിലിയേഷൻ പ്രൊവൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ്സ്, കൗൺസിൽസ്
to schools other than government ആകുമ്പോഴെന്തായിരിക്കും taxable ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. സർവീസസ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് only admissionum സ്കൂൾ ആണ് എക്സെപ്റ്റ്. സ്കൂൾ എന്തായിരുന്നു? സെക്യൂരിറ്റി സർവീസസ്. സി എന്തായിരുന്നു? ക്ലീനിങ്. എച്ച് എന്തായിരുന്നു? ഹൗസ് കീപ്പിംഗ്. ഒ എന്തായിരുന്നു? ഓൺലൈൻ ജേർണൽ. ഒ എന്തായിരുന്നു? omnibus. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വാട്ട്? ലഞ്ച്, ദാറ്റ് ഇസ് catering. Amendment, affiliation provided by central government, state governments to government schools ആണെങ്കിൽ അതെന്താ? എക്സെപ്റ്റഡ് ആണെന്നുള്ളതാണ് കണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ലാസ്റ്റ് റിവിഷൻ പാർട്ടിൽ ഇത് നോക്കിയാൽ മതിയാവും. പിന്നെ പുതിയ സർവീസസ് ആഡ് ചെയ്തിട്ടുണ്ട്. പി എന്തായിരുന്നു? നമ്മളുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ഡബ്ല്യു എന്തായിരുന്നു? വെയിറ്റിംഗ് ഓർ റിട്ടയറിംഗ് റൂംസ് അല്ലേ. സി എന്തായിരുന്നു? ക്ലോക്ക് റൂംസിൽ വെച്ചിരിക്കുന്ന. PWC ഓഡിറ്റേഴ്സ് യൂസ്ഡ് വാട്ട്? ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസസ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസസും എക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ ടു ഇൻഡിവിജ്വൽസ് അല്ലേ, ടു ഇൻഡിവിജ്വൽസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട്? ഒരു റെയിൽവേസിൻ്റെ ഒരു ഡിവിഷനോ ഒരു സോണോ വേറൊരു ഡിവിഷനോ സോണിനോ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സെപ്റ്റഡ് ആണെന്ന് പറയുന്നതാണ് അടുത്ത എൻട്രി. നെക്സ്റ്റ് ഇസ് വാട്ട്? ആൻസിലറി സർവീസസ്. GTA കൊടുക്കുന്ന എന്തെങ്കിലും ആൻസിലറി, ലോഡിങ്, അൺലോഡിങ്, പാക്കിംഗ്, അൺപാക്കിംഗ്, ട്രാൻസ്ഷിപ്മെൻറ്റ്, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. പ്രിഡോമിനൻറ്റ് സപ്ലൈ വിൽ ബി GTA സർവീസ്. അതിൻ്റെ റേറ്റ് ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു സർവീസായിട്ട് തന്നെ കൊടുക്കുകയാണ്, വേറൊരു ഇൻവോയ്സ് ആയിട്ട് തന്നെ ഇതിനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കിയിട്ട് അതിൻ്റെ റേറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ ആ ലോഡിങ്ങിനും അൺലോഡിങ്ങിനൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും GTയുടെ റേറ്റിൽ ടാക്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സർവീസസ് ബൈ വേ ഓഫ് റീഇൻഷുറൻസ് ഓഫ് ദി ഇൻഷുറൻസ് ഇസ് വാട്ട്? എക്സെപ്റ്റ്. റെട്രോസെഷൻ എന്നുള്ളൊരു സർവീസും കൂടി അവിടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട്? NSDC ഇപ്പോൾ കൂടുതലായിട്ട് ഏതിലാണ് അപ്രൂവ്ഡ് ബൈ എന്ന് പറയുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, NCVET അപ്രൂവലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, സ്കിൽ സെക്ടർ മാറ്റിയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ ഫർദർ. അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പുതിയതായിട്ട് വന്നത്. RTPയിലും ഉണ്ട്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. അക്കോമഡേഷൻ സർവീസസ് വീടുകളുടെ കാര്യമല്ല പറയുന്നത്, ലൈക്ക് എന്താ പറയുക, ഹോസ്റ്റൽസ് ആയിട്ട് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ താമസിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. 20,000 പെർ മന്ത് പെർ പേഴ്സൺ. പുതിയൊരു എൻട്രിയാണ്, വളരെ നല്ലൊരു എൻട്രിയാണ്, ഓർത്തിരിക്കേണ്ടത്. ഇലക്ട്രിസിറ്റിയിൽ നേരത്തെ മീറ്റർ എന്തായിരുന്നു? ടാക്സബിൾ ആയിരുന്നു. ഇപ്പോൾ അതെന്തായി? എക്സെപ്റ്റഡ് ആയി. ഓക്കെ, സോ മേക്ക് ദ റെലവൻറ്റ് ചേഞ്ചസ് ഇൻ യുവർ നോട്ട്സ്. മീറ്റർ ആർ ലയബിൾ ടു GST എന്നുള്ളത് മാറ്റിയിട്ട് മീറ്റർ ആർ എക്സെപ്റ്റ് അണ്ടർ GST എന്നാക്കുക. ഓക്കെ, ദെൻ ഗ്രാൻസ് റിസീവ്ഡ് ബൈ ഗവൺമെൻറ് ഓർ റിസർച്ച് അസോസിയേഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അത് എക്സെപ്റ്റഡ് ആണ്. സോ യു ക്യാൻ റെഫർ ദിസ് വൺ. ഓക്കെ, and next let's see time of supply amendments and the value of supply amendments. ഇനി നമുക്ക് ടൈം ഓഫ് സപ്ലൈനെ കുറിച്ച് നോക്കാം. ലൈക്ക് ക്ലാരിഫിക്കേഷൻ ഓഫ് സപ്ലൈ in respect of supply of service, construction of road and maintenance thereof of NHAയുടെ എന്ത് ചെയ്യാണ്? നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻ ചെയ്യുവാണ്. ഓക്കെ, ഒരു മോഡൽ അനുസരിച്ച്, ദാറ്റ് ഈസ് ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ അനുസരിച്ച്, HAM അനുസരിച്ച്. അതായത് ഇതിനകത്ത് കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ടൈം ഓഫ് സപ്ലൈ, ക്യൂറി എന്ന് വെച്ചാൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കോൺട്രാക്ട് വർക്ക്, ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ കോൺട്രാക്ട് വർക്ക്, ഹൈവേ NHAയുടെ കൺസ്ട്രക്ഷൻ്റെ വർക്കൊക്കെ 15 to 17 ഇയേഴ്സൊക്കെ വരെ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. സോ അങ്ങനത്തെ ഒരു കേസിൽ എന്താണ് വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ ദ സെഡ് സർവീസ് അണ്ടർ ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ or hybrid annuity model. Okay, a project, for example, a project with 1,000 crores would have the government contributing 400 crores as construction support and private developer raising the remaining 600 crores through annuity payments. Clarification എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, സേ DBOT എന്നുള്ള മോഡലിൽ, ലൈക്ക് ഡിസൈൻ ബിൽഡ് operate and transfer model, wherein the concessioner engage in the contract is required to take new construction of highway as well as the operation and maintenance of highways and maintenance of take up. The payment terms for the construction portion as well as the operation and maintenance portion are provided in the agreement between the NHA and the concessioner. The take up agreement the hybrid annuity mode is a single contract for construction as well as the O&M operations of the highway. The payment terms are so staggered, ഘട്ടം ഘട്ടമായിട്ട്
that the concession is held accountable for the repair and maintenance of the highway as well. The contract needs to be looked at holistically based on services performed by the concessionaire. It cannot be artificially split into separate two contract for the construction operation and maintenance രണ്ട് കോൺട്രാക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒറ്റ കോൺട്രാക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. Based on the payment terms, the concession is bound contractually to complete not only the construction but also operate and maintain the same എന്നുള്ള ഒരു agreement ആയിരിക്കും ഉണ്ടാവുന്നത്. Under the hybrid annuity model contract, the payment is made spread over the contract period in installments, and payment for each installment is to be made after specified period and completion of the event. The same appears to be covered under the continuous supply of services. കാര്യം വെച്ചാൽ 15 to 17 years ആണ്. 3 വർഷം അതിന് മേലെയാണെങ്കിൽ കണ്ടിന്യൂസ് സർവീസിൻ്റെ പരിധിയിലേക്ക് വരും. ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി ഓഫ് ദി കൺസർവേഷൻ നമ്മളുടെ IC ഡോർ ഉണ്ടല്ലോ, IC ഡോർ അല്ലേ, ഇഫ് ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 days അതിലേക്ക് നമുക്ക് എത്താം. ഈ പാരഗ്രാഫും കൂടി വായിച്ചിട്ട് including on the construction portion would arise at the time of issuance of invoice or receipt of payment whichever is earlier, DOI or DOR whichever is earlier, DOI or DOR whichever is earlier. If the invoice issued on or before the specified date, that is within the 30 days ആണെങ്കിൽ ഇല്ല എന്നാണെങ്കിൽ or the date of completion, that is IC ഡോറിലെ C completion whichever is applicable, or date of receipt whichever is applicable. Invoices are not issued on or before specified date or the date of completion of the event specified in the contract. Taxability will arise on the date of provision of the 30 days നുള്ളിൽ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ, that is the due date of payment of the contract or date of receipt whichever is earlier. It is also clarified that installment annuity payable by NHI to the concession also includes some of the interest component. അപ്പോൾ ഇതിന് ടൈം ഓഫ് സപ്ലൈ കൺക്ലൂഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏതായിരിക്കും നോക്കാം. ഓക്കെ, വെദർ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ 30 days, യെസ് ആണെങ്കിൽ DOI or DOR whichever is earlier. Okay, അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. വെദർ ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 days, നോ ആണെങ്കിൽ IC ഡോർ, DOC or DOR whichever is earlier. Is that clear? So within 30 days ആണെങ്കിൽ DOI IC ഡോർ അല്ലേ, താഴെ രണ്ട് സ്ഥലത്തും ഡോർ വരും. വിത്തിൻ 30 days ആണെങ്കിൽ യെസ് ആണെങ്കിൽ DOI or DOR whichever is earlier, നോ ആണെങ്കിൽ വിത്തിൻ 30 days അല്ലെങ്കിൽ DOC or DOR whichever is earlier. So നമ്മുടെ തിയറി പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ you will be able to see that IC അല്ലേ, നമ്മൾ എവിടെ ഉണ്ടായിരുന്നത് DOR. സോ ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഫോർവേഡ് ചാർജിൽ അല്ലേ. സോ യു ക്യാൻ സീ ഓവർ ഹിയർ, ജസ്റ്റ് സെക്കൻഡ്, 12 subsection 2, 13 സർവീസ് ആണ്. സോ ഇറ്റ് ഗോസ് ടു 13 subsection 2ലേക്ക് പോകും അല്ലേ. You can see this one, okay, forward charge provision, IC ഡോർ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ് അല്ലേ, പ്രാക്ടിക്കലി എല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? HAM വരുമ്പോഴേക്കും ഈ ഒരു പ്രൊവിഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യണം, IC ഡോർ, വെദർ ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 days. ഓക്കെ, ഡൺ. സോ മൂവിങ് ഫർദർ value of supply amendments. Okay, so in the value of supply, notification 66/2017, you know that notification, right? അതായത് അഡ്വാൻസിന് ഗുഡ്സിൻ്റെ കേസിലാണ് അഡ്വാൻസിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പ്രൊവിഷനാണ്. സോ അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, in simple words, I'll read that one. All taxpayers under forward charge are not required to pay GST at the time of receipt of advance in relation to goods. സർവീസ് ആണെങ്കിൽ അഡ്വാൻസിന് കൊടുക്കണം അല്ലേ. അതർ ദാൻ വാട്ട്, എക്സെപ്റ്റ് കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ട, ഗുഡ്സ് ആണെങ്കിൽ ആർ നോട്ട് റിക്വയർഡ് ടു പേ GST ഓൺ അഡ്വാൻസ് ആണ്, ആർ നോട്ട് റിക്വയർഡ് ടു പേ. അപ്പോൾ ഗുഡ്സ് ആണെങ്കിൽ കൊടുക്കേ വേണ്ട. പക്ഷേ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ എന്ത് വേണം, എക്സെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, എക്സെപ്റ്റ് കോമ്പോസിഷൻ ഡീലർ. അപ്പോൾ കോമ്പോസിഷൻ ഡീലർ കൊടുക്കണം അല്ലേ. പിന്നെ ആരാ കൊടുക്കേണ്ടത്, സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം ഉള്ളവർക്കും എന്ത് ചെയ്യണം, അഡ്വാൻസിൽ ടാക്സ് കൊടുക്കണം. ഓക്കെ, പക്ഷേ കോമ്പോസിഷൻ സ്കീമിലേക്ക് പോയി കഴിഞ്ഞാൽ TTT ആണ് കണ്ടോ അല്ലേ, മാനുഫാക്ചറാണെങ്കിൽ മാറ്റ് കണ്ടു. ഓക്കെ, ഇത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല, നമ്മൾ നോട്ട്സ് ഫോളോ ചെയ്യുന്നവർക്ക്. പിന്നെ നമ്മൾ ഫാറ്റും കണ്ടു അല്ലേ, ഫുഡിൻ്റെ കേസിൽ TTT ടാക്സബിൾ ടേൺ ഓവറാണ്. അപ്പോഴും അഡ്വാൻസിന് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ബട്ട് ബേസിക്കലി നമ്മളിത് നോക്കുമ്പോഴേക്കും എക്സെപ്റ്റ് കോമ്പോസിഷൻ ഡീലർ ആൻഡ്
സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസിന് ഗുഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്വാൻസിന് ടാക്സ് വരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. കൺക്ലൂഷൻ, ഫോർ ഗുഡ്സ് GST is not applicable on advances, but for composition dealer and specified actionable claims GST has to be paid on what? Advance. Is that clear? So moving on to the next one, that is input tax credit. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം. 16 subsection 6 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 16 subsection 6. ഓക്കെ, സോ അത് പ്രത്യേകം നോക്കുക, ഡയറക്റ്റ്ലി ചോദിക്കാൻ പറ്റിയൊരു പുതിയൊരു അമെൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്, 16 subsection 6. ഓക്കെ, പക്ഷേ ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അമെൻമെൻറ്റ് നമുക്ക് നോക്കാം, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ ഇൻപുട്ട് ടാക്സ് ഇൻ റിലേഷൻ ടു റിവേഴ്സ് ചാർജ് മെക്കാനിസം. Let's say amendment 1, clarification on time limit under section 16 subsection 4. We all know നമ്മൾ ഒത്തിരിയധികം റിവൈസ് ചെയ്താണ് 16 subsection 4 അല്ലേ, ABCD ആക്കി ഡ്യൂ ഡേറ്റ് ടു ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് 30th November ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ അല്ലേ. പക്ഷേ RCM ബേസ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഏതാണ് ടൈം ലിമിറ്റ് എന്നുള്ളതാണ്, അത് റിസീവ് ചെയ്യുന്ന മാസമാണോ അതോ ഇൻവോയ്സ് റേസ് ചെയ്യുന്ന മാസമാണോ എന്നെല്ലാം വെച്ചിട്ടാണ് നമുക്കൊന്ന് നോക്കാം. It is clarified that in case of supplies received from unregistered suppliers where tax has to be paid by the recipient, that is nice, a good looking individual is SAT, RCM, okay, under RCM, and where invoice is to be issued by the recipient of supplies in accordance with 31(3)(f), the relevant date എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The relevant date of the financial year for calculation of time limit for availment of input tax credit under the provisions of 16 subsection 4 will be the financial year in which our service കിട്ടിയതല്ല, will be the financial year in which invoice has been issued by the recipient. അപ്പോൾ ഏത് ഫിനാൻഷ്യൽ സേ 23-24 അത് അവൈൽ ചെയ്തത്, ഐ മീൻ സർവീസ് എല്ലാം കിട്ടിയത്, പക്ഷേ ഇൻവോയ്സ് റേസ് 24-25 24-25 മുതലായിരിക്കും 16 subsection 4ൻ്റെ ടൈം ലിമിറ്റ് നോക്കാനായിട്ട് നോക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ 23-24 ആ സർവീസ് നടന്നത്, സേ അതിൻ്റെ ഡ്യൂ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം എന്ന് പറയുന്നത് 30th November 2024 ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ ആണ്. പക്ഷേ ഇൻവോയ്സ് റേസ് ചെയ്തത് സേ 24-25 ദ ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം വിൽ ഫോൾ ഇൻ will be 30th November 2025. So the relevant date, the relevant financial year for the calculation of time limit for availment under the provisions of 16(4) will be the year in which invoice has been issued by the recipient. Is that clear? So this will be this date, though that financial year will be considered not to count 16 subsection 4 നമ്മൾക്ക് ലാസ്റ്റ് ഡേറ്റ് ടൈം ബാറിംഗ് ഡേറ്റ് ITC എടുക്കാനുള്ള ഡേറ്റ് കണക്കാക്കാനായിട്ട് അത് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇൻ കേസ് റെസിപ്പിയൻറ്റ് ഇഷ്യൂസ് ഇൻവോയ്സസ് ആഫ്റ്റർ ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ദ സെറ്റ് സപ്ലൈ ആൻഡ് പേസ് ടാക്സ് അക്കോർഡിംഗ്ലി ഹി വിൽ ബി റിക്വയർഡ് ടു. അപ്പോൾ എന്തെങ്കിലും വൈകിയാണ് ടാക്സ് കിടക്കുന്നതിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, പേ ഓഫ് ചെയ്യണം, അതിൻ്റെ പെനാൽറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ലെവി ചെയ്യും. പക്ഷേ ഇൻപുട്ട് എടുക്കാനായിട്ട് കണക്കാക്കേണ്ടത് ഏത് വർഷമാണോ ഇൻവോയ്സ് റേസ് ചെയ്തത് അത് മുതലായിരിക്കും കണക്കാക്കേണ്ടത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇനി ഡെബിറ്റ് നോട്ടിനെ റേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സിറ്റുവേഷൻ നോക്കാം. ഡെബിറ്റ് നോട്ട്, ഓക്കെ, ഡെബിറ്റ് നോട്ടിനെ ഏത് ഫിനാൻഷ്യൽ ഇയർ എടുക്കേണ്ടത് എന്നുള്ളത്. സേ ഫോർ എക്സാമ്പിൾ ഡോക്യുമെൻറ്റ് ഇസ് ദർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇസ് ദർ, ഫിനാൻഷ്യൽ ഇയർ ഇസ് ദർ, ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം ITC ഇസ് ദർ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡേറ്റ് നോക്കാം. ഡേറ്റ് ഓഫ് ഒറിജിനൽ ഇൻവോയ്സ് ഏതാ, 16th March 2024. അത് ഏത് ഫിനാൻഷ്യൽ ഇയറിൽ വരും, ഫിനാൻഷ്യൽ ഇയർ 22-23-24 വരും അല്ലേ. സോ 23-24 അല്ലേ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം ITC ഏതായിരിക്കും, 30th November 2024 ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ. ഇസ് ദാറ്റ് ക്ലിയർ? ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡെബിറ്റ് നോട്ട് റേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ റേസ് ചെയ്തത് അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ റേസ് ചെയ്തത് 7/7/2024. സോ ദാറ്റ് വിച്ച് ഫിനാൻഷ്യൽ ഇയർ 2024-25 ആണ്. ദിസ് ഡെബിറ്റ് നോട്ട് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഇൻവോയ്സ്, എന്നാൽ കൂടി അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ് റേസ് ചെയ്തത്. സോ ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം ലൈക്ക് ഇൻപുട്ട് ടാക്സ് ബൈ ദ റെസിപ്പിയൻ വിൽ ബി വാട്ട്, 30th November 2025. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്, 24-25 സോ 30th November 2025 ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ ആയിരിക്കും. സോ ഡെബിറ്റ് നോട്ട് റേസ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. സെയിം സിറ്റുവേഷൻ, Hercules Machinery delivered a machine to XYZ debit note. Date of issue of invoice number 49 ആണ്, 4,15,000 ആണ്, and the date is 20th Jan 2024. So which financial year, 23-24. So last date to claim ITC will be 30th November 2024 or date of filing annual return whichever is earlier. ഇനി ഇതിൻ്റെ റിലേഷൻ ആയിട്ട് ഒരു ഡെബിറ്റ് നോട്ട് റേസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ഓൺ 1st April 2024. വാല്യൂ ഇസ് 50,000. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോഴേക്കും
This is 24-25 financial year. So last date to claim ITC will be 30th November 2025 or date of filing annual return, whichever is earlier. Say for example, ഇവിടെ annual return assume ചെയ്തിട്ടുണ്ട്, annual return is not filed till what? 30th November 2024 വരെ. Is that clear? So last date will be 30th November 2024. So debit note കേസിലാണ് ഈ ഒരു കാര്യമുള്ളത്. Time limit to avail ITC in respect of taxpayer on supply of invoice will be, that is this one will be 30th November 2024 ആയിരിക്കും. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഉണ്ട്. ആൻഡ് 50,000 വി സോ ഇറ്റ് വിൽ ബി 30th November 2025 ആയിരിക്കും. ഓക്കെ, എക്സെപ്ഷൻ ഉള്ളത് റീക്ലെയിം ചെയ്യാനായിട്ട്, അത് RTP ഒരു ചോദ്യമുള്ളതാണ്. റീക്ലെയിം ചെയ്യാനായിട്ട് എന്തില്ല, ടൈം ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് 180 ഡേയ്സിനുള്ള പേയ്മെൻറ്റ് ചെയ്തില്ല. സോ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ചെയ്യണം. പിന്നീട് ആ പേയ്മെൻറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് റീക്ലെയിം ചെയ്യാം. റീക്ലെയിം ചെയ്യുന്നതിന് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓഫ് 16(4) or any other due dates. Is that clear? So moving forward to the next amendment, this is very very important amendment. Directly ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് 16 subsection 6നെ ബേസ് ചെയ്തിട്ടുള്ളത്. Time limit for taking ITC in case of revoked registration നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസ് എല്ലാം എഴുതിയതാണ്. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ലൈക്ക് ഗോയിങ് ത്രൂ ദ അമെൻമെൻറ്റ്സ് നമ്മൾക്ക് ഇതൊന്ന് നോക്കി പോവാം. ഓക്കെ, അതേപോലെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയി, രജിസ്ട്രേഷൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. So eligible to claim input tax credit ആണ് if the assessee couldn't file the return due to cancellation of registration. അപ്പോൾ നമ്മുടെ ടൈം ലിമിറ്റ് എന്താണ്, 16(4) ടൈം ലിമിറ്റ് എന്താണ്, 16(4) ടൈം ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30th November of next financial year or date of filing, what date of filing annual return ആണ് അല്ലേ, whichever is earlier ആണ്, ഇതാണ്. അപ്പോൾ ഇത് അയാൾക്ക് 30th November ആയപ്പോഴേക്കും ക്യാൻസലേഷൻ ആയതുകൊണ്ട് അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റി, അവർക്ക് ഇൻപുട്ട് ടാക്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലെറ്റ്സ് സീ എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ, പുതിയൊരു സെക്ഷൻ തന്നെ ഇൻസേർട്ട് ചെയ്തു. 16 subsection 6 എന്നുള്ള പുതിയൊരു സെക്ഷൻ തന്നെ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. സേ എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ യു സീ ഹിയർ 30th November ഒരെണ്ണം, ഒരു ഡേറ്റ് ഓർ, ഈ ഡേറ്റ് എന്ന് വെച്ചാൽ 16(4)ൻ്റെ ഡ്യൂ ഡേറ്റ് തന്നെയാണ്. 30th November of the next financial year or date of filing annual return whichever is earlier, or if return is filed within, എത്ര ദിവസം റിട്ടേൺ ഫയൽ ചെയ്യാണ്, എത്ര ദിവസം, വിത്തിൻ 30 days 30 ദിവസം ഫയൽ ചെയ്യാണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ. ക്യാൻസൽഡ് ആയിരുന്നു, അതെന്ത് ചെയ്തു, ഇപ്പോൾ റിവോക്ക് ചെയ്തു. റിവോക്ക് ചെയ്തിട്ടുള്ള ഓർഡർ ആ ഡേറ്റ് മുതൽ 30 ദിവസത്തിനകം ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റ്റെൻഡഡ് ടൈം ആയിരിക്കും നമുക്ക് റിട്ടേൺ ഫയലിങ്ങിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ സിറ്റുവേഷൻ എന്താ, ഒരാൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അയാൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, റിട്ടേൺ ഫയൽ ചെയ്യായിരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ആ ക്യാൻസൽ ചെയ്ത് 30th November ആയിട്ടും ക്യാൻസലേഷൻ തന്നെയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ക്യാൻസലേഷൻ റിവോക്ക് ചെയ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ടു ഫയൽ ദ റിട്ടേൺ ഏതാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അല്ല ക്ലെയിം ITC ആണെന്ന് ചെക്ക് ചെയ്യാം. GST റിട്ടേൺ ഇസ് നോട്ട് ഫയൽ ഫ്രം 1st January 2024 മുതലേ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണത്, 1st January 2024 എന്ന് പറയുമ്പോഴേക്കും 1st January 2024 മുതലേ ഫയൽ ചെയ്തില്ല. വിച്ച് ഫിനാൻഷ്യൽ ഇയർ, 2024-25 ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലേ. ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം ITC എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, അപ്പോൾ 30th November 2025 ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ whichever is earlier ആയിരിക്കും. ശരിയല്ലേ, ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ whichever is earlier ആയിരിക്കും ഇതിൻ്റെ ഡേറ്റ്. ക്യാൻസൽ ആയി, അപ്പോൾ 6 മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ 29 അനുസരിച്ച് ക്യാൻസൽ ആവും. ശരിയല്ലേ, ഇത് RTP ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നു, സിറ്റുവേഷൻ വേർ ഇറ്റ്സ് നോട്ട് ഫയൽ റിട്ടേൺ. ഓക്കെ, സോ ക്യാൻസലായി. എന്നാൽ ക്യാൻസലായി 31st October ഓഗസ്റ്റിൽ. എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഏതാണ്, ഈ ഡേറ്റ് മുതൽ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് 1st January മുതൽ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. എന്നിട്ട് റിവോക്കേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, ഓർഡർ കിട്ടി. ഓക്കെ, ക്യാൻസലേഷൻ നിങ്ങളെ മാറ്റി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് എന്നാ കിട്ടിയത്, 20th December 2000, sorry this is financial year 2023-24 ആണ്. സോ ലാസ്റ്റ് ഡേറ്റ് വിൽ ബി 2024, കറക്റ്റ്. സോ കണ്ടോ, 30th November അല്ലേ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. 30th November ആയിട്ടും എന്ത് ചെയ്തില്ല, നമുക്ക് റിവോക്കേഷൻ ഇത് കിട്ടിയിട്ടുണ്ടായില്ല, അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. സോ നമ്മുടെ 16(4) ടൈം എന്ത് ചെയ്തു, 16(4) ടൈം ലാപ്സായി. സോ അങ്ങനെ ലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷൻ കൊണ്ടിട്ടാണ്, രജിസ്ട്രേഷൻ ക്യാൻസൽ ആയത് കൊണ്ടിട്ടാണെങ്കിൽ മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഏത് സെക്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാം, നമുക്ക് 16(6) എന്നുള്ള സെക്ഷൻ്റെ ബെനിഫിറ്റ് എടുക്കാം. ഓക്കെ, ക്യാൻസലേഷൻ കൊണ്ടിട്ടാണ് റിട്ടേൺ 16(4) ടൈം ലിമിറ്റിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 16(6)ൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യാം,
നമ്മൾക്ക് എടുക്കാം. വേറെ കാരണങ്ങൾ കൊണ്ടല്ല, ക്യാൻസൽ ആയതുകൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ ക്യാൻസൽ ചെയ്ത ഡേറ്റ്. ഓക്കെ, നമുക്ക് ഒരു ഡേറ്റ് ഇവിടെ കിട്ടി. ഇവിടെ വിത്തിൻ ഡ്യൂ ഡേറ്റ് ഏതാ ഫയൽ ചെയ്യേണ്ടത്? 16/4 എന്നുള്ള ഡേറ്റ് ആണ്. വിച്ച് എവർ ഇസ് ഏർലിയർ, സേ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഇസ് സേ ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, ആനുവൽ റിട്ടേൺ നോട്ട് ഫൈൽഡ്. സോ വിച്ച് എവർ ഇസ് ഏർലിയർ വിൽ ബി, ഒരു ഡേറ്റ് നമുക്ക് കിട്ടി 2024 ആൻഡ് ഓർ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30th November ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ. ഓക്കെ, ഇത് നമുക്കില്ല ഈ ഡേറ്റ്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് 30th November 2024 ആണ്. സോ അതിലൊരു ഡേറ്റ് കിട്ടി നമ്മൾക്ക്, വിച്ച് എവർ ഇസ് ഏർലിയർ, ഈ ഡേറ്റ് കിട്ടി അല്ലേ, 30th November 2024. ഓർ ഏതാ പറഞ്ഞിരിക്കുന്നത്? വിത്തിൻ 30 days ഫ്രം ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ആണ് അല്ലേ. സോ അത് ഏതാ ഡേറ്റ്? ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഏതാ ഡേറ്റ്? ഇറ്റ് ഇസ് 20th December ആണ്. 20th December 2024 ആണ് അല്ലേ. അപ്പോൾ 30 days എന്ന് പറയുമ്പോൾ എത്ര വരും? ഡിസംബറിൽ 11 days ഉണ്ട്, ശരിയല്ലേ. സോ ജാനിൽ എത്ര ദിവസം ഉണ്ടാവും? 19th. സോ 19 January 2025, കറക്റ്റ്, വിച്ച് എവർ ഇസ് ലേറ്റർ. ഈ 19th January 2025 ഉള്ളിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് കിട്ടി കണ്ടോ. ഇതല്ല, അപ്പോൾ ഇതാണ് നോർമൽ ഡേറ്റ്, ഇതാണ് ഇപ്പോൾ ക്യാൻസൽ ആയിട്ട് രജിസ്ട്രേഷൻ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു എക്സ്റ്റെൻഡ് ഡേറ്റ് കിട്ടുന്നത്. 19 January 2025 ഉള്ളിൽ എന്ത് ചെയ്യണം? ജനുവരിയിലെ റിട്ടേണും ഫെബ്രുവരിയിലെ റിട്ടേണും മാർച്ചിലെ റിട്ടേണും ഫയൽ ചെയ്തിരിക്കണം. ഏത് മാസത്തേക്കാണ്? Jan 24, Feb 24 ആൻഡ് March 24. ഇസ് ദാറ്റ് ക്ലിയർ? ഇത് എല്ലാം ഈ ഡേറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? ഫയൽ ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് 19th January എന്ത് ചെയ്യണം? ഫയൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ITC എന്ത് ചെയ്യും? ലാപ്സ് ആകും. ഇസ് ദാറ്റ് ക്ലിയർ? പക്ഷേ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്യാൻ എത്ര ഉണ്ടാവും ഡേറ്റ്? April 2024 മുതൽ ഫയൽ ചെയ്തിട്ടുള്ളല്ലോ പിന്നെയും, ശരിയല്ല. Jan 2024 മുതലേ ഫയൽ ചെയ്തിട്ടുള്ള അല്ലേ. സോ April 2024 മുതൽ എന്ന് പറയുമ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയി, 24-25 ആയി. ഇതിൻ്റെ ടൈം ഇനിയും നമ്മൾക്കുണ്ട് എന്ന് വരെ 30th November 2025 വരെ ഉണ്ട്. സോ ഇത് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് 16/4 ബെനിഫിറ്റ് എന്ത് ചെയ്യാം? എടുക്കാവുന്നതാണ്. ഓക്കെ, കാരണം അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരെ ടൈം ഉണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തത്. ഇതെന്തായാലും മിസ്സാവാണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ അതായത് നോർമൽ 16/4 ടൈം ലിമിറ്റ്, 16 ഈ എ എന്ന് പറയുന്നത് എന്താ? 16/4 ടൈം ലിമിറ്റ് ഓർ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിവോക്കേഷൻ വിച്ച് എവർ ഇസ് ലേറ്റർ ആണ് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അതിനുള്ളിൽ എക്സ്റ്റൻഡ് ടൈം ലിമിറ്റിൽ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇത് ക്യാൻസൽ ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രം ഉള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് തിങ് ഇസ് അമെൻമെൻറ്റ് 3. അതായത് ചില മോട്ടോർ കാറൊക്കെ ഉണ്ട്, ഐ മീൻ ഡീലേഴ്സ് ഉണ്ടാവുമല്ലോ. സേ ഹ്യുണ്ടായിയുടെ ഷോറൂം, സേ നെക്സ ഉണ്ട് അല്ലേ, ടാറ്റ ഇതിൻ്റെ എന്താ പറയുക മാരുതിയുടെ, സേ ഹ്യുണ്ടായിയുടെ ഉണ്ട് അല്ലേ, പല പോപ്പുലർ ഉണ്ട്. ഇവർക്കൊക്കെ ഡെമോ കാർ ഉണ്ടാവും അല്ലേ. ഡെമോ കാറായിരിക്കും നമ്മൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ ITC കിട്ടുമോ എന്നുള്ളതാണ് ഒരു ഡിസ്കഷൻ പോയിന്റ്. യെസ്, ഡെമോ കാർസിൻ്റെ ITC നോട്ട് ബ്ലോക്ക്ഡ് ആണ്. ഡെമോ കാറിൻ്റെ ITC കിട്ടും. ഓക്കെ, ഡെമോ വെഹിക്കിൾസ് ITC കിട്ടും. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ക്ലാരിറ്റി കൊണ്ടുവന്നു. ഡെമോ വെഹിക്കിൾസ് ITC കിട്ടും. അമെൻമെൻറ്റ്, അടുത്തൊരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ അമെൻമെൻറ്റ് നമ്പർ 4. സേ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഇങ്ങനെ നമ്മളുടെ ഇൻ്റർനെറ്റിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുമല്ലോ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണെന്നൊക്കെ പറയുമല്ലോ, ഇപ്പോൾ ഫൈബർ കണക്ഷൻ ആണെന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് കുറേ വയറും അല്ലെങ്കിൽ ഡക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യും ആൾക്കാർക്ക് ഇറങ്ങി വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അതിൻ്റെ ITC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സോ ഇങ്ങനെ മാൻഹോളും എല്ലാം ക്രിയേറ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഇൻപുട്ട് കിട്ടുമോ എന്നുള്ളതായിരുന്നു. ഡക്ട്സ് ക്രിയേറ്റ് ചെയ്യും, മാൻഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇൻപുട്ട് കിട്ടുമോ എന്നുള്ളതായിരുന്നു. കാര്യം വെച്ചാൽ ഇതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാറ്റഗറിയിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. സോ ക്ലാരിഫിക്കേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക്ഡ് അല്ല, ഇതിൻ്റെ ഇൻപുട്ട് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെഫിനിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് നോക്കിയതാണ് അല്ലേ. പ്ലോട്ട്, ബിൽഡിംഗ് ഈസ് ഇൻ ദ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. പ്ലാന്റ് ആൻഡ് മെഷീനറി കണ്ടോ, പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി മീൻസ് അപ്പാരറ്റസ് എക്യുപ്മെൻറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറി മീൻസ് അപ്പാരറ്റസ് equipment and machinery fixed to earth, foundational structures that are used for making outward supply of goods or service or both, and includes foundation and structural support, but excludes what?
ബിൽഡിംഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എല്ലാ ബിൽഡിംഗും ഒരു പ്ലോട്ടിനകത്തല്ലേ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ബിൽഡിംഗ് ഇസ് ലൊക്കേറ്റഡ് ഇൻ എ പ്ലോട്ട്. സോ ഇതിനകത്ത് എക്സ്ക്ലൂഡ്സ് ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇതൊന്നും വരില്ല. എല്ലാ ബിൽഡിങ്ങും നിങ്ങൾ താമസിക്കുന്ന വീടാണെങ്കിൽ, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇറ്റ്സ് ബിൽഡിംഗ് ഇസ് ലൊക്കേറ്റഡ് ഇൻ എ പ്ലോട്ട് അല്ലേ. സോ ഇതാണെങ്കിൽ കിട്ടില്ല. ഇത് ഔട്ട്സൈഡ് ദ ഫാക്ടറി പൈപ്പ് ലൈൻസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എന്താ സംഭവിച്ചത്? ചോദ്യം വന്നത്, ക്ലാരിഫിക്കേഷൻ വന്നത് ഡക്സ് ആൻഡ് മാൻ ഹോൾസ് ആണ്. കണ്ടോ, ഇങ്ങനെയുള്ള ഡക്സും മാൻ ഹോൾസും ഇതിൻ്റെ ITC കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം വന്നത്. അത് ക്ലാരിഫിക്കേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് അല്ല. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൻ്റെ ഡക്സിനും മാൻ ഹോൾസിനും ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിങ്ങിൻ്റെ കേബിളിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ITC കിട്ടും എന്നുള്ളതാണ് കൺക്ലൂഷൻ വന്നത്. ഓക്കെ, നെക്സ്റ്റ് അമെൻമെൻറ്റ് ഇസ് റിലേറ്റിംഗ് ടു സേ ചില മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. എക്സ്പയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 പാർട്ടീസിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ. വൺ ഇസ് ITC റിവേഴ്സൽ വെൻ റിട്ടേൺ ഓഫ് ടൈം എക്സ്പയർഡ് മെഡിസിൻ, അതായത് സമയം കഴിഞ്ഞ മെഡിസിൻസ്, ഡ്രഗ്സ് ട്രീറ്റഡ് ആസ് ഫ്രഷ് സപ്ലൈ. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാൽ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും ഒരു മെഡിസിനുകൾ? ആദ്യം മാനുഫാക്ചറർ ഉണ്ടാവും. മാനുഫാക്ചർ എന്ത് ചെയ്യും? ഹോൾസെയിലറിന് കൊടുക്കും. ഹോൾസെയിലർ എന്ത് ചെയ്യും? റീറ്റെയിലറിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വെച്ച് എക്സ്പയർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ്പയർ ആയി കഴിഞ്ഞാൽ റീറ്റെയിലർ എന്ത് ചെയ്യും? ഹോൾസെയിലറിന് കൊടുക്കും. ഹോൾസെയിലർ എന്ത് ചെയ്യും? അത് വെച്ചുകൊണ്ടിരിക്കുമോ? മാനുഫാക്ചറിന് കൊടുക്കും. മാനുഫാക്ചർ എന്ത് ചെയ്യും? സമയം കഴിഞ്ഞതല്ല, അത് വീണ്ടും ഉപയോഗിക്കുമോ? ഇല്ല, സമയം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നശിപ്പിച്ച് കളഞ്ഞേക്കാം. ശരിയല്ലേ? സോ ഈ മാനുഫാക്ചർ ഹോൾസെയിലറിന് കൊടുക്കുമ്പോൾ ഹോൾസെയിലർ എന്ത് ചെയ്യും? ITC എടുത്തിട്ടുണ്ടാവും. ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുമ്പോൾ റീറ്റെയിലർ എന്ത് ചെയ്യും? ITC എടുത്തിട്ടുണ്ടാവും. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത് എക്സ്പയർ ആയി കഴിയുമ്പോൾ ഫ്രഷ് ഇൻവോയ്സ് ആയിട്ട് ഇങ്ങോട്ട് സെയിലായിട്ട് കാണിക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രഷ് സപ്ലൈ ഇങ്ങോട്ട് അവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് സെയിലായിട്ട് കാണിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് സെയിലായിട്ട് കാണിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 3 പാർട്ടീസാണ് ഉള്ളത്. Now let's see. The common trade patterns in the pharmaceutical sector is that the drugs or medicines are sold by the manufacturer. ആർക്കാണ് സെല് ചെയ്യുന്നത്? ഹോൾസെയിലർ അല്ലേ. ബൈ ദ മാനുഫാക്ചറർ എന്ത് ചെയ്യും? ഹോൾസെയിലർക്ക് സെല് ചെയ്യും. ആൻഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ. ഹോൾസെയിലർ ആർക്ക് സെല് ചെയ്യും? റീറ്റെയിലർക്ക് സെല് ചെയ്യും. On the basis of the invoice, bill of supply as the case may be. Such goods have been defined ഒരു defined lifetime ആയിരിക്കൊണ്ടാണ്, which is normally referred to as the date of expiry. Such goods which have crossed their date of expiry are colloquially referred to as time expired goods എന്നാണ് പറയാറ്. Okay, and are returned to the manufacturer on account of expiry through the supply chain. അപ്പോൾ ആരിലേക്ക് അത് റിട്ടേൺ ചെയ്യും? റീറ്റെയിലർ ഹോൾസെയിലർക്ക് റിട്ടേൺ ചെയ്യും. ഹോൾസെയിലർ ആർക്ക് കൊടുക്കും? മാനുഫാക്ചറർക്ക് കൊടുക്കും. സർക്കുലർ 72 ക്ലാരിറ്റി കൊണ്ടുവന്നു. എന്താ ക്ലാരിറ്റി കൊണ്ടുവന്നത്? ഹാസ് ക്ലാരിഫൈഡ് ദാറ്റ് ദ റീറ്റെയിൽ ഹോൾസെയിലർ ക്യാൻ റിട്ടേൺ ചെയ്യാം. ആർക്ക്? റീറ്റെയിലർക്കും ഹോൾസെയിലർക്കും എന്ത് ചെയ്യാം? റീറ്റെയിലർക്കും ഹോൾസെയിലർക്കും എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം. അങ്ങനെ ടൈം എക്സ്പയർഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്തായിട്ട് ചെയ്യാം? ഫ്രഷ് സപ്ലൈ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് ഇവർ സെയിൽ ബില്ല് അടിക്കും. ഫസ്റ്റ് സെല് ചെയ്യുമ്പോൾ മാനുഫാക്ചറർ ടു ഹോൾസെയിലർ, ഹോൾസെയിലർ ടു റീറ്റെയിലർ. റീറ്റെയിലർ എന്ത് ചെയ്യാം? അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അത് ഫ്രഷ് സെയിലായിട്ട് റീറ്റെയിലർക്ക് എന്ത് ചെയ്യാം? നേരെ ഇങ്ങോട്ട് ഫ്രഷ് സെയിലായിട്ട് ഹോൾസെയിലർക്കും, ഹോൾസെയിലർക്ക് എന്ത് ചെയ്യാം? സെയിൽ ബില്ലായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളതാണ്. അത് നോർമൽ പ്രൊസീജിയറായിട്ട് തിരിച്ചു പോയിക്കോളും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹോൾസെയിലറിനെ കൊണ്ട് റീറ്റെയിലർക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യിപ്പിക്കാം. നമ്മൾ സെക്ഷൻ 34 കണ്ടാണ് ഡേർട്ട്. ക്രെഡിറ്റ് നോട്ട് ഇസ് ഫുൾ ഓഫ് ഡേർട്ട് അല്ലേ. ഡിഫക്റ്റ് ആയിരിക്കുന്ന സമയത്ത്, ഇൻവോയ്സ് പ്രൈസ് കൂടിയിരിക്കുന്ന സമയത്ത് അല്ലേ, എന്തായിരുന്നു റിട്ടേൺ ചെയ്ത സമയത്ത്, ആൻഡ് T is what? ടാക്സ് റേറ്റ് കൂടിയിരിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂ ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ? സോ മാനുഫാക്ചർ എന്ത് ചെയ്യണം? ഹോൾസെയിലർക്കും ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യാം. ഇങ്ങനെ 2 രീതിയിലാണ് ആ പ്രോഡക്റ്റ് തിരിച്ച് എടുക്കാനായിട്ട് പറ്റുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ സെയിൽ ബില്ല് ഹോൾസെയിലർക്ക് ചെയ്യുമ്പോഴേക്കും ഹോൾസെയിലർക്ക് എന്ത് ചെയ്യാം? ITC എടുക്കാം. ഹോൾസെയിലർ മാനുഫാക്ചറർക്ക് സെയിൽ ബില്ലാണല്ലോ ചെയ്യുന്നത്, തിരിച്ച് ITC എടുക്കാം. ഓക്കെ, കാരണം പർച്ചേസ് ബിൽസ് ആണ്. സബ്ജക്ട് ടു കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 16 ആൻഡ് സെക്ഷൻ 17. The return of time expired goods by treating the same as fresh supply. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇൻ കേസ് ഓഫ് പേഴ്സൺ റിട്ടേണിംഗ് ദ ടൈം എക്സ്പയർഡ് ഗുഡ്സ് ടു എ രജിസ്റ്റർഡ് പേഴ്സൺ അതർ ദാൻ കോമ്പോസിഷൻ ടാക്സ് പെയർ, he may at his option return the said goods by treating it as what? Fresh supply, and thereby issuing an invoice for the same. Okay, hereafter it is fresh supply will be referred to as return supply. The value of the said goods എന്ന് പറയുന്നത് shown in the invoice on the basis of which the goods were supplied earlier. നേരത്തെ നമ്മൾക്ക് കിട്ടിയില്ലേ? മാനുഫാക്ചറർ
റീറ്റെയിലർക്ക് കിട്ടിയ പ്രൈസിൽ തന്നെ ഇങ്ങോട്ട് സെയിൽ ചെയ്യാവുന്നതാണ്, ഹോൾസെയിലർക്ക് കിട്ടിയ പ്രൈസിൽ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, ഇങ്ങോട്ട് തിരിച്ച് സെല്ല് ചെയ്യാവുന്നതാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് ഹോൾസെയിലർ ഓർ മാനുഫാക്ചറർ. ഹോൾസെയിലർ ആരൊക്കെയാണ്? ഹോൾസെയിലർ ഓർ മാനുഫാക്ചറർ എന്ത് ചെയ്യാം? ആസ് എ കേസ് മേ ബി ഹൂ ഇസ് ദ റെസിപ്പിയൻറ്റ്. കാരണം റീറ്റെയിലർ ഹോൾസെയിലർക്ക് കൊടുക്കും, അപ്പോൾ ഹോൾസെയിൽ റെസിപ്പിയൻ്റ്. ഹോൾസെയിലർ മാനുഫാക്ചറർ കൊടുക്കും, മാനുഫാക്ചർ റെസിപ്പിയൻ്റായി. ഷാൽ ബി എലിജിബിൾ ടു ITC ഓഫ് ദ ഗുഡ്സ് ലെവീഡ് ഓൺ സച്ച് റിട്ടേൺ. അതാണ് നമ്മളോട് പറഞ്ഞത്, ITC എടുക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, സോ എടുക്കാവുന്നതാണ്. പിന്നെ അത് എന്താ പറയുക, where the goods in case of person returning time expire composition taxpayers ആണെങ്കിൽ, കോമ്പോസിഷൻ അല്ലേ, അപ്പോൾ സെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? കോമ്പോസിഷൻ ട്രേഡിംഗ് അല്ലേ, TTTയിൽ എത്ര പെർസെൻറ്റേജ് അടക്കണം? 1% ടാക്സ് ആയിട്ട് അടക്കണം. സെറ്റ് ഗുഡ്സ് ഇഷ്യൂയിങ് ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ, കോമ്പോസിഷൻ. ഇറ്റ് ഈസ് ഈസി ടു റിമെമ്പർ ഹു ആർ ദ പീപ്പിൾ liable to issue bill of supply. E is what? Exempt supply, and C for what? Composition dealers. Okay, so and pay tax at the rates applicable to a composition taxpayer. In this scenario there will not be any applicability of ITC ഒന്നും ഉണ്ടാവില്ല, കാരണം ടാക്സ് ഒന്നും കളക്ട് ചെയ്യുന്നില്ലല്ലോ. In case a person returning time expired goods is an unregistered person, he may return goods by issuing commercial document without charging any tax on the same. നമ്മൾ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ച് കണ്ടതാണ് അല്ലേ. Where the goods returned by the retailer, wholesaler as a fresh supply are destroyed. അപ്പോൾ റീറ്റെയിലർ എന്ത് ചെയ്യും? റീറ്റെയിലർ ഹോൾസെയിലർക്ക് കൊടുക്കും, റീറ്റെയിലർ എന്ത് ചെയ്യും? ഹോൾസെയിലർക്ക് കൊടുക്കും, ഹോൾസെയിലർ എന്ത് ചെയ്യും? മാനുഫാക്ചർക്ക് കൊടുക്കും. അപ്പോൾ where the goods are returned by the retailer or wholesaler as a fresh supply and destroy ചെയ്യാണ് മാനുഫാക്ചറർ. കാരണം ഡിസ്ട്രോയിഡ് നമ്മൾ കണ്ടില്ലേ, LP സ്കൂൾ, ഗേൾ ഫ്രണ്ട് അല്ലേ, ലാസ്റ്റ് എന്ത് ചെയ്തു? MD what? destroyed. ഓക്കെ, സോ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ITC എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പോൾ മാനുഫാക്ചർ വിൽ ഹാവ് ടു റിവേഴ്സ് ദി ITC. അത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. It is pertinent to note that here ITC which is required to be reversed in such a scenario is ITC availed on the return supply and not the ITC that is attributable to the manufacturer of such time expired goods. The clarification may also be applicable to the return of goods reasons other than being time expired. നമുക്ക് കൺക്ലൂഷൻ നോക്കാം. RCM ITC യുടെ ടൈം ലിമിറ്റ് എപ്പോഴാണ് നോക്കേണ്ടത്? സർവീസ് കിട്ടുന്ന വർഷം മുതലല്ല, എന്നാണോ RCMൻ്റെ ഇൻവോയ്സ് റേസ് ചെയ്ത് ആ ഫിനാൻഷ്യൽ ഇയർ മുതലാണ് നോക്കേണ്ടത് 16(4)ൻ്റെ ലിമിറ്റ് എടുക്കാനായിട്ട്. പിന്നെ അമെൻമെൻറ്റ് 2 എന്തായാലും 16(6) ഒരു എക്സ്റ്റെൻഡ് ടൈം പീരീഡ് കിട്ടും, 30th November എന്നുള്ളതല്ല, ഒരു എക്സ്റ്റെൻഡ് കിട്ടും. പക്ഷേ ആർക്കേ കിട്ടുള്ളൂ? ITC ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല 16(4) അനുസരിച്ച്. കാരണം എന്താ? റിട്ടേൺ ഫയൽ ചെയ്യാത്തോ വേറെ കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? 16(6) അനുസരിച്ച് ITC എടുക്കാവുന്നതാണ്. എന്താ അതിനകത്തുള്ള ടൈം ലിമിറ്റ്? ഡ്യൂ ഡേറ്റ് ആസ് പെർ 16(4) ഓർ 30 days from the date of order of revocation of cancellation of registration. Okay, whichever is later. അതാണ് ഉള്ള ടൈം ലിമിറ്റ് 16(6). ആർക്കേ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ? ITC ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല 16(4) അനുസരിച്ച്, കാരണം ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ആയിരുന്നു. അതുകൊണ്ടിട്ട് അമെൻമെൻറ്റ് 3 എന്താണ്? ഡെമോ വെഹിക്കിളിൻ്റെ ITC കിട്ടും. കൺക്ലൂഷൻ, അമെൻമെൻറ്റ് 4 എന്തായിരുന്നു? ദാറ്റ് ഇസ് ITC ഓൺ ഡക്സ് ആൻഡ് ഓൾ. അത് ITC ബ്ലോക്ക്ഡ് അല്ല, അവൈലബിൾ ആണ്. അമെൻമെൻറ്റ് 5 ഞാനിവിടെ നോട്ട് ചെയ്തിട്ടില്ല. അമെൻമെൻറ്റ് 5 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, എക്സ്പയറി ഗുഡ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് അമെൻമെൻറ്റ് 5. നെക്സ്റ്റ് ലെറ്റ് സി രജിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ലെറ്റ് സി രജിസ്ട്രേഷൻ റിലേറ്റഡ് അമെൻമെൻറ്റ്സ്. കമ്പൽസറി രജിസ്ട്രേഷൻ സെക്ഷൻ 24 നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഡ് കണ്ടതാണ് അല്ലേ, മന്ത്ര കണ്ടതാണ്. ടേൺ ഓവർ ഇസ് നോട്ട് എ ക്രൈറ്റീരിയ ടു ടേക്ക് രജിസ്ട്രേഷൻ. ഇഫ് യു ഡു നോട്ട് ടേക്ക് ദ രജിസ്ട്രേഷൻ ഐസ്റെയിൻ വിൽ കം അല്ലേ, ആലിപ്പഴം, ഐസ്റെയിൻ വിൽ കം, റൈറ്റ്. സോ ഇതിലേക്ക് എന്താ പറയുക, ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. സോ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു വരാം. പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് അണ്ടർ RCM ഓൺ ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ്. അപ്പോൾ എന്താ പറയുക, മാൻഡേറ്ററി എടുക്കണം അല്ലേ. ഹൗവർ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ exclusively making outward supply on taxes liable to be paid on reverse charge basis 9(3). good looking individual is what? SAD RCM അല്ലേ. ഇപ്പോൾ 4 5 അല്ലേ, ഒരെണ്ണം കൂടി ആഡ് ആയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ലെറ്റ് ഔട്ട് ബൈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ടു രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ലയബിൾ ടു പേ GST. സോ ഇവിടെ എക്സെപ്റ്റ് സപ്ലയർ ഓഫ് വോട്ട്? മെറ്റൽ സ്ക്രാപ്പ്. ഓക്കെ, അത് നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം, മെറ്റൽ സ്ക്രാപ്പ് ഡീലറിൻ്റെ.
സോ അത് TDS-ൻ്റെ വരുമ്പോഴേക്കും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പുതിയതായിട്ട് ആഡ് ഓൺ ആയതാണ്. സോ എവറി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ മണി ഗെയിമിംഗ്, ഓക്കെ, ഓൺലൈൻ മണി ഗെയിമിംഗ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇന്ത്യ. അപ്പോൾ പുറത്തു നിന്നുള്ള ആളാണ്, അവിടുത്തെ അവരെന്ത് ചെയ്യണം, ഓൺലൈൻ മണി ഗെയിമിംഗ് ഒത്തിരി വരുന്നുണ്ട് അല്ലേ, ഇന്ത്യയിൽ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ദേ ആർ മാൻഡേറ്റ്ലി റിക്വയർഡ് ടു ടേക്ക് രജിസ്ട്രേഷൻ ഹിയർ ഇൻ ഓർഡർ ടു കണ്ടക്ട് സച്ച് ഓൺലൈൻ മണി ഗെയിമിംഗ് എന്നുള്ളതാണ്. സോ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ സേ ടേൺ ഓവർ അല്ലേ, ടേൺ ഓവർ ഇസ് നോട്ട് ഐസ്റെയിൻ അല്ലേ, ഐസ്റെയിൻ. So you can online money gaming alle, you can make this one was T/O square, T/O square. So ഇവിടെ online information data access retrieval താഴെ you can add on what, you can add on just second. So ഇവിടെ turnover is not a criteria, ഐസ്റെയിൻ will come അല്ലേ. So ഇതാണുള്ളത്. So T/O square you can make this one online money gaming. Okay, അപ്പോൾ ഇതിൻ്റെ താഴെയോ മുകളിലായിട്ട് you can add on what, online money gaming by a person outside India providing services to a person in India is mandatorily required to take registration as per section 24 of the CGST Act. Is that clear? So turnover is not a criteria, O square out. Okay, so turnover is not a criteria, O square out. Online information and database access or retrieval inde kude endum kudi varum, online money gaming by a person, provided by a person outside India to person in India. Okay, so mandatory amendment, important amendment നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ രജിസ്ട്രേഷൻ നോട്ട് റിക്വയർഡ് ആണെങ്കിലോ, ലെറ്റ് സി, രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത്, പേഴ്സൺസ് മേക്കിംഗ് ഓൺലി റിവേഴ്സ് ചാർജ് സപ്ലൈസ്. ഓക്കെ, പേഴ്സൺസ് who are engaged in making supplies of taxable goods or service or both, and the total tax on which is payable by the reverse charge പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കണ്ടു. ഏതിലാണ്, സെക്ഷൻ 23-ൽ കണ്ടു അല്ല, നിയർ ബൈ സ്റ്റേറ്റ്സിൽ 6 വരും. അത് നിയർ ബൈ സ്റ്റേറ്റ്സിൽ എന്ത് വരും, 6 വരും, റൈറ്റ്. സോ ഇതിന് മുന്നത്തെ ക്യൂറി ആയിരുന്നു അത്. സോ വി ക്യാൻ സി ഓവർ ഹിയർ നിയർ ബൈ സ്റ്റേറ്റ്സിൽ 6 വരും. ബിക്കോസ് സപ്ലയറിൻ്റെ ടാക്സ് അല്ല GTA, റെസിപ്പിൻ്റെ കൊടുക്കുന്നത്, പിന്നെ GTA രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, റൈറ്റ്. അപ്പോൾ അതാണ് അവിടെ കവേർഡ് ആയിട്ടുള്ളത് അല്ലേ. റിവേഴ്സ് ചാർജ്, പേഴ്സൺസ് who are exclusively engaged in making supplies, tax on which is liable to be paid by the recipient. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാര്യം നത്തിങ് കണ്ടെയ്ൻ ദിസ് നോട്ടിഫിക്കേഷൻ ഷാൽ അപ്ലൈ ടു എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ മെറ്റൽ സ്ക്രാപ്പ്. ഓക്കെ, ഇതും ഒരു പുതിയൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നതാണ്. ദാറ്റ് ഈസ്, ഐ എം സോറി, unregistered dealer supplying, unregistered person supplying metal scrap to registered person. ഇത് നമുക്ക് പഠിക്കാനില്ല, കാര്യം വെച്ചാൽ സർവീസസിൻ്റെ RCA മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്, ഗുഡ്സിൻ്റെ RCA പഠിക്കാനില്ല. പക്ഷേ ഇത് TDS ഒക്കെ അറിയുമ്പോഴേക്കും ഇതും കൂടി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM will apply and registered person will have to pay RCM for the metal scrap. Okay ആണോ? Is that clear? So a second. Who shall be liable to pay metal scrap? Is that clear? So ഇത് ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, റെസിപ്പിയൻറ്റ് ഷുഡ് പേ RCM. ഓക്കെ, ദാറ്റ് ഡസൻ മീൻ ലൈക്ക് ഇപ്പോൾ 20 lakhs ആകുന്നത് വരെ ഒരാൾക്ക് എന്താവാം, 20 lakhs ആകുന്നത് വരെ ജസ്റ്റ് സെക്കൻഡ്, യെസ്, 20 lakhs ആകുന്നത് വരെ ഒരാൾക്ക് രജിസ്ട്രേഷൻ എടുക്കാതിരിക്കാം, ശരിയല്ലേ, അപ് ടു 20 lakhs. അപ്പോൾ സേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 lakhs ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അൺരജിസ്റ്റേർഡ് ഡീലർ ആവും അല്ലേ മെറ്റൽ സ്ക്രാപ്പിൻ്റെ. സോ രജിസ്റ്റേർഡ് ഡീലർക്ക് കൊടുക്കുകയാണെങ്കിൽ ഹൂ ഷുഡ് പേ RCM, രജിസ്റ്റേർഡ് ഡീലർ പേ ചെയ്യണം RCMൽ. പക്ഷേ സ്ക്രാപ്പ് ഡീലർ ഗ്രേറ്റർ ദാൻ 20 lakhs ആയെന്ന് വിചാരിക്കുക, മെറ്റൽ സ്ക്രാപ്പ് ഡീലർ. ഓക്കെ, മെറ്റൽ സ്ക്രാപ്പ് ഡീലർ ഗ്രേറ്റർ ദാൻ 20 lakhs ആയെന്ന് വിചാരിക്കുക. സോ ഹി ഷുഡ് ടേക്ക് അണ്ടർ വാട്ട് സെക്ഷൻ 20 അനുസരിച്ച് 22 അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങണം. ഇസ് ദാറ്റ് ക്ലിയർ? GTAക്കൊന്നും അങ്ങനെയില്ല. GTAക്ക് ഒരു കാര്യം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്പിയൻ്റ് ആണ് ലയബിൾ എങ്കിൽ റെസിപ്പിയൻ്റ് തന്നെ എടുത്തുകൊണ്ട് പോയാൽ മതി. പക്ഷേ മെറ്റൽ സ്ക്രാപ്പ് ഡീലർ വരുമ്പോഴേക്കും
അയാൾക്ക് 20 lakhs ലിമിറ്റ് വരെ അയാൾക്ക് രജിസ്ട്രേഷൻ വേണ്ട, നോർമൽ ലിമിറ്റ് അപ്ലൈസ്. ആൻഡ് ആ സമയം വരെ എന്ത് ചെയ്യണം, റെസിപ്പിയൻ്റ് ആയിരിക്കണം ടാക്സ് അടക്കേണ്ടത്. പക്ഷേ 20 lakhs എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെറ്റൽ സ്ക്രാപ്പ് ഡീലർ ഷുഡ് ടേക്ക് രജിസ്ട്രേഷൻ ആൻഡ് കളക്ട് ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്. GTAക്കൊന്നും അങ്ങനെയില്ല. GTAക്ക് ആണെങ്കിൽ ഇപ്പോൾ ലീഗൽ സർവീസിന് അങ്ങനെയില്ല. 20 lakhs കഴിഞ്ഞാൽ ലീഗൽ സർവീസ് അഡ്വക്കേറ്റ്സിന് രജിസ്ട്രേഷൻ എടുക്കണ്ട, റെസിപ്പിയൻ വിൽ പേ. പക്ഷേ മെറ്റൽ സ്ക്രാപ്പ് ഡീലർ ആണെങ്കിൽ 20 lakhs വരെ രജിസ്ട്രേഷൻ ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അൺരജിസ്റ്റേഡ് ഡീലർ ടു രജിസ്റ്റേർഡ് ആവും. സോ രജിസ്റ്റേർഡ് പേഴ്സൺ ഷുഡ് പേ ടാക്സ്. 20 lakhs കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗൽ സർവീസസിലെങ്ങനെ രജിസ്ട്രേഷൻ എടുക്കേ വേണ്ട. വേറെ എന്തൊക്കെ സർവീസാണ് ഉള്ളത്, സേ റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ആണെങ്കിൽ വേണ്ട. ഓക്കെ, സോ പക്ഷേ ഈ മെറ്റൽ സ്ക്രാപ്പ് ഡീലറിലേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ റെൻറ്റിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, 20 lakhs എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ലോഡ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, പേഴ്സൺ സപ്ലൈങ് ഗുഡ്സ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത് പുതിയൊരു റിലാക്സേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് ആമസോണും ഫ്ലിപ്കാർട്ട് ത്രൂ ഒക്കെ എന്ത് ചെയ്യാം, ഇനി സപ്ലൈ ചെയ്യാൻ തുടങ്ങാം. രജിസ്ട്രേഷൻ ഇല്ലാണ്ട് തന്നെ ചെയ്യാം. നേരത്തെ മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അവർക്ക്. ഡെഫിനറ്റ്ലി ഇൻ്റർസ്റ്റേറ്റ് സെയിൽ പറ്റില്ല. കാര്യം ഇൻ്റർസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ക്രൈറ്റീരിയയിലേക്ക് വരും അല്ലേ. ഐസ് റെയിനിലെ ഏതിലേക്ക് വരും, ഐസ് റെയിനിലെ എന്താ പറയുക, റെയിനിലെ RAIയിലേക്ക് വരും. ഇൻ്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് മാൻഡേറ്ററി ആയിട്ട് എടുക്കണം എന്നുള്ള ഇതിലേക്ക് വരും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇൻ്റർസ്റ്റേറ്റ് പറ്റില്ല. സോ കുറച്ച് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്ത് ചെയ്യാം, ആമസോൺ ത്രൂ ഒക്കെ എന്ത് ചെയ്യാം, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാവുന്നതാണ്. ഗുഡ്സ് ചെയ്യുന്നവർക്കും കൂടി സെല്ല് ചെയ്യാം. പക്ഷേ ഇൻ്റർസ്റ്റേറ്റ് ഒന്നും പറ്റില്ല. കുറച്ച് കണ്ടീഷൻസ് ഉള്ളത് ഇതൊക്കെയാണ്, നമുക്ക് നോക്കാം. നോട്ട് മേക്ക് എനി സപ്ലൈ ഗുഡ്സ് ത്രൂ മോർ ദാൻ വൺ സ്റ്റേറ്റ് പറ്റില്ല. ഓക്കെ, സോ ഒരു സ്റ്റേറ്റിലേ പറ്റുള്ളൂ. റിക്വയർഡ് പാൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഷാൽ ബിഫോർ മേക്കിംഗ് ദ സപ്ലൈ ഈ ഡിക്ലെയർ കോമൺ പോർട്ടലിൽ ഡിക്ലെയർ ചെയ്യണം. എന്തൊക്കെയാണ്, പാൻ ഡിക്ലെയർ ചെയ്യണം, അഡ്രസ്സ് ഡിക്ലെയർ ചെയ്യണം. കൂടാണ്ട് വിച്ച് ഷാൽ ബി സബ്ജക്റ്റ് ടു വാലിഡേഷൻ ഓൺ ദ കോമൺ പോർട്ടൽ. ഒരു എൻറോൾമെൻറ്റ് നമ്പർ ഒബ്റ്റെയിൻ ചെയ്യണം അവർ. ഓക്കെ, ഓൺ സക്സസ്ഫുൾ വാലിഡേഷൻ ഓഫ് ദ പാൻ ഡിക്ലറേഷൻ. സച്ച് പേഴ്സൺ ഷാൽ നോട്ട് ബി ഗ്രാൻറ്റഡ് മോർ ദാൻ വൺ എൻറോൾമെൻറ്റ് നമ്പർ ഇൻ എ സ്റ്റേറ്റ്. ഒന്നിൽ കൂടുതൽ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കില്ല. നോ സപ്ലൈ ഓഫ് ഗുഡ് ഷാൽ ബി മെയ്ഡ് ബൈ സച്ച് പേഴ്സൺ ത്രൂ ECO അൺലെസ് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കൂടാണ്ട് സബ്സിക്വൻ്റ്ലി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് നമ്പർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും, സീസ് ആവും. ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ നോർമൽ രജിസ്ട്രേഷനിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. സോ രജിസ്ട്രേഷൻ ഇതിൽ കൺക്ലൂഷൻ വരുമ്പോഴേക്കും മാൻഡേറ്ററി രജിസ്ട്രേഷൻ ഇപ്പോൾ ടേൺ ഓവർ ഇസ് നോട്ട് എ ക്രൈറ്റീരിയ. ബെവെയർ ഇഫ് ഡു നോട്ട് ടേക്ക് രജിസ്ട്രേഷൻ ഐസ് റെയിൻ വിൽ കം. അതായത് നമ്മളുടെ മന്ത് ലെറ്റർ നമ്പർ. ഓയിൽ എന്തും കൂടി ആഡ് ചെയ്യണം. ഓയിൽ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊവൈഡഡ് ബൈ എ പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻസൈഡ് ഇന്ത്യ പോയിന്റ് ആഡ് ചെയ്യണം. അതാണ് ഒരു അമെൻമെൻ്റ് ഉള്ളത്. കൺക്ലൂഷൻ അമെൻമെൻറ്റ് 2 എന്താണ്, അൺരജിസ്റ്റേർഡ് ഡീലർ ടു രജിസ്റ്റേർഡ് ഡീലർ സ്ക്രാപ്പ് സെല് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രാപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടു, സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, സ്ക്രാപ്പ് ഡീലർ ഇസ് ലയബിൾ ടു പേ RCM, രജിസ്റ്റേർഡ് സ്ക്രാപ്പ് ഡീലർ. ഓക്കെ, ഇഫ് അൺരജിസ്റ്റേർഡ് ഡീലർ സ്ക്രാപ്പ് ഡീലർ ടേൺ ഓവർ എക്സീഡ്സ്, അയാളുടെ ടേൺ ഓവർ 20 ലക്ഷം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഹി ഈസ് ലയബിൾ ടു ടേക്ക് രജിസ്ട്രേഷൻ ആൻഡ് കളക്ട് ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ് മെക്കാനിസം. അമെൻമെൻറ്റ് നമ്പർ 3 എന്തായിരുന്നു, ഇപ്പോൾ അൺരജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഗുഡ്സിനും എന്ത് ചെയ്യാം, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ ആമസോൺ ഫ്ലിപ്കാർട്ട് ത്രൂ എന്ത് ചെയ്യാം സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇൻ്റർസ്റ്റേറ്റ് പറ്റില്ല, എൻറോൾമെൻറ്റ് ID എടുക്കണം, എന്താ പറയുക, വെബ്സൈറ്റിൽ പാനിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ ഡീലേഴ്സിന് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ സെല്ല് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്കും GST രജിസ്ട്രേഷൻ എടുക്കാണ്ട് നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആമസോൺ ത്രൂ ഒക്കെ സെല്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു അമെൻമെൻറ്റ്സ്. നെക്സ്റ്റ് അമെൻമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻവോയ്സസ്. ഇൻവോയ്സ് കഴിഞ്ഞാൽ TDSും പിന്നെ റിട്ടേൺസും കൂടിയേ ഉള്ളൂ നോക്കാനായിട്ട്. ഓക്കെ, സോ ഇൻവോയ്സസിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവോയ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം. ഓക്കെ, ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ഇത്. ഇഫ് ദ റെസിപ്പിയൻ്റ് ഇസ് അൺരജിസ്റ്റേർഡ് ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ ഇസ് ഗ്രേറ്റർ ദാൻ 50,000 ആണെങ്കിൽ എന്ത് ചെയ്യണം, പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻവോയ്സ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻ്റ് എല്ലാം കൊടുക്കണം, അഡ്രസ് ഓഫ് ഡെലിവറി അലോങ് വിത്ത് നെയിം, സ്റ്റേറ്റ് കോഡ് എല്ലാം കൊടുക്കണം. ഇനി B2C ആണ് കേട്ടോ. B2C ട്രാൻസാക്ഷൻസ് 50,000 താഴെയാണെങ്കിലോ അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ ഷാൽ സ്റ്റിൽ റിക്വസ്റ്റ് അഫോഴ്സഡ് ഡീറ്റെയിൽസ്, അത് ആവശ്യപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനാകുമ്പോൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം ടു ബി റെക്കോർഡഡ് ഇൻ ദ ടാക്സ് ഇൻവോയ്സ്. ഇനി B2Cയിൽ ഇൻ കേസ് ഇൻവോൾവിംഗ് സപ്ലൈ ഓൺലൈൻ മണി ഗെയിം ആണെങ്കിൽ, ഓർ ഇൻ കേസ് വേർ ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസസ് സപ്ലൈഡ് ത്രൂ
by e-commerce operator to a recipient who is unregistered ആണെങ്കിൽ B2C കേസസിൽ എന്താ കാണിക്കേണ്ടത് irrespective of the value of such supply tax invoice issued by the registered person shall contain. അപ്പോൾ വാല്യൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓൺലൈൻ മണി ഗെയിമിങ്ങോ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ ഒക്കെ ആണെങ്കിൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ടാക്സ് ഇൻവോയ്സിൽ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ റെസിപ്പിയൻറ്റ് ദ സെയിം ആൻഡ് ദ സെയിം ഷാൽ ബി ഡീം ടു ബി ദ അഡ്രസ് ഓൺ ദ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, കൊടുത്ത് ഇരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ടി ഡി എസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് തന്നെ ടി ഡി എസിൻ്റെ ഇതിലേക്ക് ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ് ദിസ് വൺ. ടി സി എസിൻ്റെ റേറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ടി സി എസിൻ്റെ റേറ്റ് നമ്മൾ നോക്കിയപ്പോഴേക്കും ഇറ്റ് വാസ് ലൈക്ക് 1%. ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ട് അത് 0.5% ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് സി ജി എസ് ടി 0.25% ആൻഡ് എസ് ജി എസ് ടി 0.25%. Please make note of this, very important. Okay, very important. Suppose certain product is sold at 1120 including GST through a operator by a supplier. The operator would collect 0.5 of the net value, that is 1000 rupees, that is 5 in case of interstate supply. Intra angle it will be 0.25 and percentage and 0.25. So it will be 25 rupees and 25 rupees. Is that clear? So this point വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ആൻഡ് ടി ഡി എസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ എഴുതിയിരുന്ന ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ടി ഡി എസിൽ. സോ ആൻഡ് വി ഓൾസോ ഹാഡ് ദ മന്ത്ര ടു റിമെമ്പർ, ദാറ്റ് ഇസ് ലെഗ് അല്ലേ, ലെഗ് ആൻഡ് ദ സ്പെസിഫൈഡ് പേഴ്സൺ. സ്പെസിഫൈഡ് പേഴ്സണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന കോഡ് വേർഡ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എ എസ് പി എന്നായിരുന്നു, എ എസ് പി. ഓക്കെ, സോ ഇവിടെ മെറ്റൽ സ്ക്രാപ്പ് ഡീലേഴ്സും കൂടി ഇപ്പോൾ എന്ത് ചെയ്യണം, മെറ്റൽ സ്ക്രാപ്പ് ഡീലേഴ്സും കൂടി ഇപ്പോൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതൊന്ന് റീഫ്രെയിം ചെയ്തതേ ഉള്ളൂ കോഡ്. ഓക്കെ, കോഡ് ഇങ്ങനെ റീഫ്രെയിം ചെയ്തു. ദർ ഇസ് നോ യൂസ് ഈവൻ ഇഫ് യു ക്യാച്ച് ദ ലെഗ് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺസ് ദേ വിൽ ഡിഡക്റ്റ് വോട്ട് ടി ഡി എസ് ഫ്രം ദ പേയ്മെൻറ്റ് ദേ ആർ ലയബിൾ. ഓക്കെ, ഈ പേഴ്സൺസിൽ ഒന്ന് റീഡ്രാഫ്റ്റ് ചെയ്തു. എ എസ് പി എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് റീഡ്രാഫ്റ്റ് ചെയ്തു. ലെഗ് അങ്ങനെ തന്നെയുണ്ട്, യു ക്യാൻ സി ഓവർ ഹിയർ. ലെഗ് അങ്ങനെ തന്നെയുണ്ട്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. സെക്കൻഡ്, ലെഗ് അങ്ങനെ തന്നെയുണ്ട്, മാറ്റമൊന്നുമില്ല. പേഴ്സൺസ് എല്ലാം അങ്ങനെ തന്നെയുണ്ട്. പേഴ്സൺസ് വരുമ്പോഴേക്കും ലെഗൊക്കെ സെയിം ആണ്. പേഴ്സൺസ് വരുമ്പോഴേക്കും അവിടെ എന്തുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. വിൽ സീ ദാറ്റ് ചേഞ്ച്. ഓക്കെ, സോ യു ക്യാൻ സീ ഓവർ ഹിയർ ലെഗിലൊന്നും മാറ്റമില്ല. പേഴ്സൺസ് വരുമ്പോൾ മാത്രം അവിടെ എ എസ് പി എന്നുള്ളത് മാറിയിട്ട് വേറൊരു കാര്യമായിട്ടുണ്ട്. ലെറ്റ്സ് സീ പേഴ്സൺ. The legs of metal scrap dealers are aching. They need leg spa. They need what? Leg spa. Who need leg spa? Who need leg spa? Metal scrap dealers. Okay, metal scrap dealers need leg spa. Okay, metal scrap dealers ഇപ്പോൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. Is that clear? മെറ്റൽ ഡീലേഴ്സ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, any registered person receiving supplies of metal scrap falling under chapter 70 to 81 from registered person നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ buyer should be registered and seller should also be what, registered to attract what, TDS, applicable only for what, B2B transactions. Is that clear? B2C ആണെങ്കിൽ എന്ത് സംഭവിക്കും, സേ ഫോർ എക്സാമ്പിൾ അൺരജിസ്റ്റേർഡ് ടു രജിസ്റ്റേർഡ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആർ സി എമ്മിൻ്റെ ആപ്ലിക്കബിലിറ്റിയും എന്ത് ചെയ്യും വരും. ബി ടു സി ആണെങ്കിൽ എന്ത് പറയും, ഫോർവേഡ് ചാർജിൻ്റെ ടാക്സബിലിറ്റിയും വരും. ബി ടു ബി ആണെങ്കിൽ മാത്രം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട്. ബി ടു ബി ആണെങ്കിൽ ടി ഡി എസിൻ്റെ 51 എന്ത് ചെയ്ത് പേഴ്സൺസിൻ്റെ ഡെഫിനേഷനിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ? പേഴ്സൺ ഇസ് മെറ്റൽ സ്ക്രാപ്പ് ഡീലർ. ദേ നീഡ് എ സ്പാ വൈ ദെയർ ലെഗ് ഇസ് ഏക്കിങ്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ഇത് ആഡ് ഓൺ ചെയ്യുക നമ്മളുടെ ആ ഒരു പാർട്ടിലേക്ക്. who are not liable to deduct TDS. ആരാ ഡിഡക്റ്റ് ചെയ്യേണ്ടാത്ത ആവശ്യമില്ലാത്ത? വിൽ സി ഹിയർ ലൈക്ക് വെൻ ഗുഡ്സ് ആർ സപ്ലൈഡ് ബിറ്റ്വീൻ പബ്ലിക് സെക്ടർ ടു പബ്ലിക് സെക്ടർ. പിന്നെന്താ പറയുക, വെൻ സപ്ലൈഡ് ബിറ്റ്വീൻ ലെഗ് സ്പാ. പക്ഷേ ഇവിടെ മെറ്റൽ സ്ക്രാപ്പ് വന്നിട്ടില്ല. അപ്പോൾ ബിറ്റ്വീൻ മെറ്റൽ സ്ക്രാപ്പ് ആണെങ്കിൽ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. നമ്മളവിടെ ബി ടു ബി എന്ന് കണ്ടു, ശരിയല്ലേ? നമ്മളവിടെ ബി ടു ബി എന്ന് കണ്ടു. മെറ്റൽ സ്ക്രാപ്പ് ആൻഡ് മെറ്റൽ സ്ക്രാപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. So you can see here any registered person ആണ് receiving supplies of any registered person ആണ്. മെറ്റൽ സ്ക്രാപ്പ് തന്നെ ആവണമെന്നില്ല അല്ലേ, ഓഫ് മെറ്റൽ സ്ക്രാപ്പ് ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, സോ ബി ടു ബി ആണെങ്കിൽ ടി ഡി എസ് വിൽ അപ്ലൈ. കൂടാണ്ട് ലെഗ് സേ ലോക്കൽ അതോറിറ്റി അങ്ങനെയാണെങ്കിൽ ഇതൊന്നും വരില്ല. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് വരില്ല. ഇവരൊക്കെ തമ്മിലാണെങ്കിൽ വരില്ല.
ടി ഡി എസ് വരില്ല. പക്ഷേ മെറ്റൽ സ്ക്രാപ്പ് ഡീലർ അതിനകത്തുള്ള ഒരാളാണല്ലോ. ട്രാൻസാക്ഷൻ വിത്ത് മെറ്റൽ സ്ക്രാപ്പ് ഡീലർ ആണെങ്കിൽ എന്ത് വരും? സേ ലോക്കൽ അതോറിറ്റി ടു മെറ്റൽ സ്ക്രാപ്പ് ഡീലർ ആണെങ്കിൽ എന്ത് വരും? ടി ഡി എസിൻ്റെ ആപ്ലിക്കബിലിറ്റി വരും. ഓക്കെ, പക്ഷേ ലോക്കൽ അതോറിറ്റി ടു സേ സൊസൈറ്റി ആണെങ്കിൽ വരില്ല. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. സോ വൺ മോർ തിങ്, ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. എന്താ പറയുക, ലിസ്റ്റ് എന്താ ടി സി എസിൻ്റെ ലിസ്റ്റിൽ നേരത്തെ ഹൗസ് ഇസ് ഫുൾ ഓഫ് റാറ്റ്സ്, ഐ ഹാവ് ബുക്ക്ഡ് ഹൗസ് കീപ്പിംഗ് എന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ദി ഹൗസ് ഇസ് ഫുൾ ഓഫ് റാറ്റ്സ് ആയി. എന്ന് പറയുമ്പോൾ എന്താ? ഒംനിബസ്. ഒംനിബസിനും എന്ത് വരും? ഇപ്പോൾ 9(5) വരും. പക്ഷേ ഒംനിബസിൻ്റെ സർവീസ് ഒരു കമ്പനിയാണ് കൊടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ചാർജ് വരില്ല. എന്തായിരിക്കും വരുന്നത്? ഫോർവേഡ് ചാർജ് ആയിരിക്കും വരുന്നത്. ആൻഡ് ECO വിൽ ഡിഡക്റ്റ് കളക്ട് TCS. ഇസ് ദാറ്റ് ക്ലിയർ? ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയാണ് TDSൻ്റെയും TCSൻ്റെയും കാര്യത്തിൽ വന്നത്. കൺക്ലൂഷൻ അപ്പോൾ നമുക്ക് നോക്കാം. മെറ്റൽ സ്ക്രാപ്പ് ഡീലർ ഹാസ് ബീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻ ദ നോട്ടിഫൈഡ് ലിസ്റ്റ്. അപ്പോൾ മന്ത്ര ചേഞ്ച് ടു സ്പാ ഓഫ് മെറ്റൽ സ്ക്രാപ്പ് ഡീലേഴ്സ് ഫ്രം ASP. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ASP ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. സോ B2Bക്ക് TDS വരും അല്ലേ? സോ B2B ട്രാൻസാക്ഷന് മാത്രമായിരിക്കും TDS വരുന്നത്, B2B. ഓക്കെ, ദാറ്റ് ഇസ് ഫോർ മെറ്റൽ സ്ക്രാപ്പ് ഡീലേഴ്സ്. നെക്സ്റ്റ് TCS റേറ്റ് 1% നിന്ന് എത്രയായി? 0.5% ആയി. ആൻഡ് കൺക്ലൂഷൻ അമെൻമെൻറ്റ് 3, ഒംനിബസ് എന്തുണ്ട്? RCMൽ വന്നിട്ടുണ്ട്. ഇത് ഒംനിബസ് ഇസ് എ കമ്പനി, RCM അല്ല. ദെൻ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓഫ് ആൻഡ് TCS വിൽ കം. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രീഫ് കൺക്ലൂഷൻസ് നോക്കിയാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് സി റിട്ടേൺ റിലേറ്റഡ് അമെൻമെൻറ്റ്. ഇതും കൂടിയാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. റിട്ടേൺസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അമെൻമെൻറ്റ് നമുക്ക് നോക്കാം. ലൈക്ക് നേരത്തെ ഇൻവോയ്സ് വാല്യൂ, ഇൻഡസ്ട്രേറ്റ് ഒക്കെ ആണെങ്കിൽ ഇൻവോയ്സ് വാല്യൂ നമ്മൾ CIDCയിൽ കണ്ടായിരുന്നു. CIDC റിട്ടേൺസിൻ്റെ ഇതിൽ അല്ലേ? അവിടെ എന്താ പറയുക, CID അല്ല, ഇവിടെ നമ്മൾ കണ്ടായിരുന്നു. B2B ഒക്കെ ആണെങ്കിൽ 2.5 lakhs എന്നുള്ളതെല്ലാം കണ്ടായിരുന്നു അല്ലേ? നമ്മളപ്പോൾ കറക്റ്റ് ചെയ്തായിരുന്നു അവിടെ. ഇറ്റ് ഈസ് 1 lakhിലേക്ക് അമെൻഡ് ചെയ്തെന്നുള്ളത്. ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ ഇൻവോയ്സ് വൈസ് ചെയ്ത് കാണിക്കണം, കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അമെൻമെൻറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ റിട്ടേൺസിൻ്റെ ഇതിൽ CIDCയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് കൺസോളിഡേറ്റഡ് ആണെങ്കിൽ ഇൻവോയ്സ് വൈസ് എന്ത് കാണിക്കണം? B2B ഫുള്ള് കാണിക്കണം. ഇൻവോയ്സ് വൈസ് ഗ്രേറ്റർ ദാൻ 2.5 ആണ്. ഇതിപ്പോൾ മാറി 1 lakh ആയിട്ടുണ്ട്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ദാറ്റ് വൺ വിൽ സി. സോ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഇവിടെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സി ഹിയർ. B2B ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാണിക്കണം, എല്ലാം കാണിക്കണം. ഇൻഡസ്ട്രേറ്റ് ഇൻട്രാസ്റ്റേറ്റ് എല്ലാം കാണിക്കണം. ഇറ്റ് ഷുഡ്, ബിക്കോസ് വൈ റീസൺ എന്താ? ബിക്കോസ് ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ഇൻ GSTR-2B ഓഫ് ദ റെസിപ്പിയൻ. എന്നാലേ അയാൾക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. സോ ഇൻവോയ്സ് വൈസ് ഇറ്റ് സെൽഫ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. B2C ആണെങ്കിൽ, ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ ഒരു ഇൻവോയ്സിൻ്റെ വാല്യൂ, സിംഗിൾ ഇൻവോയ്സ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1 lakh. നേരത്തെ 2.5 lakhs ആയിരുന്നു. യു ക്യാൻ സി ഓവർ ഹിയർ. നേരത്തെ 2.5 lakhs ആയിരുന്നു. സപ്ലയർ വിത്ത് ഇൻവോയ്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ 2.5 lakhs ആയിരുന്നു. നൗ ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് ടു എത്രയാ? 1 lakh ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവോയ്സ് വൈസ് കാണിക്കണം. അത് എല്ലാമാണോ? അല്ല, ഇൻ്റർസ്റ്റേറ്റ് B2C. ഓക്കെ, B2B എന്തായാലും കാണിക്കണം. ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ഇൻ 2B. B2C ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ ഇൻവോയ്സ് അപ് ടു 1 lakh ആണെങ്കിൽ എന്ത് ചെയ്യാം? കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കാം. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? കൺസോളിഡേറ്റ് ചെയ്ത് തന്നെ കാണിക്കാം. ഇതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് കൺസോളിഡേറ്റ് ചെയ്യണം. അപ്പോൾ B2C ഇൻ്റർ ആണെങ്കിലോ അപ് ടു 1 lakhs അതും എന്ത് ചെയ്യാം? നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, കൺസോളിഡേറ്റ്. ഓക്കെ, യു ക്യാൻ സീ ദ നോട്ട്സ്. നമ്മളുടെ തിയറി പാർട്ട് നോക്കാവുന്നതാണ്. ഇൻ ദിസ്, if it is more than 2.5 lakhs, ഇൻഡസ്ട്രേറ്റ് 2.5 lakhs എന്ത് ചെയ്യണം? B2C ഇൻവോയ്സ് വൈസ് കാണിക്കണം. ഓക്കെ, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് എന്ത് ചെയ്യാം? കൺസോളിഡേറ്റ് ചെയ്യാം. ഇൻഡസ്ട്രേറ്റ് അപ് ടു 2.5 lakh എന്ത് ചെയ്യാം? കൺസോളിഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ദ കൺക്ലൂഷൻ ഇസ് ലൈക്ക് ദിസ്. B2B invoice wise itself, B2C interstate greater than 1 lakh ആണെങ്കിൽ എന്ത് ചെയ്യണം? invoice wise. B2C interstate up to 1 lakh ആണെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുക. B2C
ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, വിത്തൗട്ട് റെസ്പെക്റ്റീവ് ഓഫ് വാല്യൂ എന്ത് ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്യുക. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതാണ് 2.5 എന്നുള്ളത് മാറിയിട്ട് എത്രയായി, 1 lakh ആയി. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ ഇത് അപ് ടു ഉണ്ട്, എന്താ പറയുക, ഗ്രേറ്റർ ദാനും 1 lakh ഉണ്ട്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? യു ഷുഡ് റീഡ് ലൈക്ക് ദിസ്. ഓക്കെ, യു ഷുഡ് റീഡ് ലൈക്ക് ദിസ്. ആൻഡ് ഓൾസോ ഇൻഡർസ്റ്റേറ്റ് B2C അപ് ടു 1 lakh കൺസോളിഡേറ്റ് ചെയ്യാം. സോ ഇൻവോയ്സ് വൈസ് കാണിക്കേണ്ടത് B2B ഇൻവോയ്സ് വൈസ് കാണിക്കണം. B2C ഇൻഡർസ്റ്റേറ്റ് ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻവോയ്സ് വൈസ് കാണിക്കണം. ഓക്കെ, സോ കൺസോളിഡേറ്റ് ചെയ്തൊക്കെ ചെയ്യാം. B2C ഫുള്ള് കൺസോളിഡേറ്റ് ചെയ്യാം. B2C അപ് ടു 1 lakh വരെയുള്ള ഇൻവോയ്സ് എന്ത് ചെയ്യാം, കൺസോളിഡേറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് പുതിയൊരു ഫോം, റിട്ടേൺ ഫോം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് ഫോം എന്ന് പറയാം. ഓക്കെ, GSTR-1A അല്ലേ? A itself stands for what? Amendment. A itself stands for what? Amendment. ഓക്കെ, സേ നമ്മളൊരു ബില്ല് കാണിക്കാൻ വിട്ടുപോയി, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, 1A ത്രൂ അത് കാണിക്കാം. അപ്പോൾ നമ്മളുടെ ലയബിലിറ്റി ടാലി ആവും. സേ 1-നകത്തുള്ള സെയിൽസും എന്താ പറയുക, നമ്മളുടെ 3Bയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സെയിൽസൊക്കെ ആയിട്ട് എന്താ മാച്ച് ആവും. ഓക്കെ, അതാണ് ഇതിൻ്റെ പേർപ്പസ്. പക്ഷേ ഇൻപുട്ട് അടുത്ത മാസമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം റെസിപ്പിയന്. ഓക്കെ, സോ നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചുമാണ്, ചോദിക്കാൻ ചാൻസസ് ഉള്ളൊരു ഏരിയ കൂടിയാണത്. ഓക്കെ, how are the details of outward supply furnished in the current period amended? Say for example, നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇലസ്ട്രേഷനിലേക്ക് പോവാം. ഇവിടെ 2 ഇലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, സോ ജാനുവരി മന്ത് ആണ് കേട്ടോ. ജാനുവരി മന്തിൽ 2 ഇൻവോയ്സ് ഉണ്ട്, INV1 ആൻഡ് INV2. സോ ഡിസ്ക്ലോസ് ത്രൂ ഏതാണെന്ന് നോക്കാം. ഇൻവോയ്സ് നമ്പർ 1 ഡിസ്ക്ലോസ് ത്രൂ GSTR-1 തന്നെയാണ് ചെയ്തത്, സംശയമൊന്നുമില്ല അതിനകത്ത്. സോ പക്ഷേ 2 എന്ത് ചെയ്തില്ല, 1-ൽ കാണിച്ചില്ല. അത് ഏതിൽ ത്രൂ ആണ് കാണിച്ചത്, 1A എന്നുള്ള ഒരു ഫോം ഉണ്ട്, അതിലൂടെയാണ് എന്ത് ചെയ്തത്, കാണിച്ചത്. 1-ൽ കാണിച്ചത് എന്ത് ചെയ്യും, വിൽ ഫ്ലോ ടു 3B ഓഫ് ജാനുവരി ഇറ്റ്സെൽഫ്. ജാനുവരി മന്താണല്ലോ ടാക്സ് പീരീഡ്, ജാനുവരിയിലെ മാസത്തിൽ തന്നെ ഫ്ലോ ചെയ്യും. 1Aയിൽ കാണിച്ചതും എന്ത് ചെയ്യും, 3Bയിലേക്ക് ഫ്ലോ ചെയ്യും, ജാനുവരി മാസത്തിൽ തന്നെ ഫ്ലോ ചെയ്യും. സോ ദാറ്റ് മീൻസ് വാട്ട്, ലയബിലിറ്റി എല്ലാം മാച്ചായി പോകും 3B ആയിട്ടുള്ള. ഓക്കെ, നേരത്തെ 1-ൽ നമ്മൾ ഒരെണ്ണം കാണിക്കാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, 3Bയിലോട്ട് ഫ്ലോ ചെയ്യില്ലായിരുന്നു, അടുത്ത മാസത്തെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ കോൺസിക്വൻസ്, ഒരു മാസത്തെ ഇൻട്രസ്റ്റ് വരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് വരില്ല, ലയബിലിറ്റി മാച്ചായി പോയിക്കോളും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരിയിൽ 1-ൽ കാണിച്ചത് റെസിപ്പിയൻ്റെ 2Bയിൽ എപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യും, INV1 വിൽ ഗോ ടു ദ 2B ഓഫ് ദ റെസിപ്പിയൻ ജനുവരി മാസം തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ, എല്ലാം മാച്ചിങ് ആയി. ജനുവരി മന്ത്, ജനുവരി, എല്ലാം ജനുവരി അല്ലേ. പക്ഷേ INV2 നോക്കിയേ, 1A ത്രൂ അല്ലേ ചെയ്തേ. ഓക്കെ, 1A ത്രൂ എപ്പോഴാണ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റ് നമുക്ക് നോക്കാം. സോ ഇൻവോയ്സ് നമ്പർ 2 വിൽ ബി മെയ്ഡ് അവൈലബിൾ ടു ദ 2B ഓഫ് ദ റെസിപ്പിയൻ ഓൺലി ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. നെക്സ്റ്റ് മന്ത് എന്താവുള്ളൂ, അത് അവൈലബിൾ ആവുള്ളൂ. നമുക്ക് ഈ 1-ൻ്റെയും ഡേറ്റ്സ് ഇനി ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇൻ കേസസ് വേർ എ ടാക്സ് പെയർ ആഫ്റ്റർ ഫയലിംഗ് GSTR-1 റിയലൈസ് ചെയ്യും. എന്ത് റിയലൈസ് ചെയ്യും, റിയലൈസ് ദാറ്റ് സം അമെൻമെൻറ്റ്സ്, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. GST തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് 1A ത്രൂ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈസ് റിക്വയർഡ് ടു ബി മെയ്ഡ് ഇൻ ടാക്സ് ലയബിലിറ്റി. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ നോക്കിയ കാര്യമാണ്, നമ്മൾ നോട്ട്സ് എഴുതിയതാണ്. പിന്നെ ഫോർ എ സേക്ക് ഓഫ് റിവിഷൻ നോക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിളൊക്കെ നമ്മൾ എഴുതിയതാണ് ക്ലാസ്സിൽ വെച്ചിട്ട്. സോ ഈസ് റിക്വയർഡ് ടു മെയ്ഡ് ഇൻ ടാക്സ് ലയബിലിറ്റി ഇൻ GSTR-1 ആൻഡ് ഓപ്ഷണൽ ഫോം GSTR-1A ഇസ് പ്രൊവൈഡഡ് ടു ഹിം. അതായത് എന്തൊക്കെയൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ this allows him to add any particular transaction of the current year missed out in reporting in GSTR-1 of the current period or amend any particulars already declared in GSTR-1. amend ചെയ്യാനും സംഭവിക്കും, മിസ്സായി പോയതും പറ്റും, amend ചെയ്യാനും പറ്റും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, including those declared in IFF invoice furnishing facility for the first and second months of the quarter, if any, for quarterly taxpayers. A registered person may, after furnishing the details of outward supply or both in GSTR-1 ഡേറ്റ് എന്ന 11th വരെ ചെയ്യുന്നത് 2Bയിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ശരി, 11th കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. സോ ആഫ്റ്റർ ഫർണിഷിംഗ് ആണ് കേട്ടോ, ആഫ്റ്റർ ഫർണിഷിംഗ് GSTR-1 ഫോർ എ ടാക്സ് പീരീഡ്, ബട്ട് ബിഫോർ ഫർണിഷിംഗ് GSTR-3B. അപ്പോൾ ബിഫോർ ഡ്യൂ ഡേറ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ബിഫോർ ഡ്യൂ ഡേറ്റ് of 3B അല്ല, before filing of return of 3B ആണ്. Okay, so even if it is after file 20th of the next month,
21st ഫയൽ കഴിഞ്ഞാൽ 1A ഫയൽ ചെയ്യാൻ 21st വരെ ടൈം ഉണ്ടാവും. ഓക്കെ, സോ for this tax period at its own motion amend or furnish additional details of outward supplies of goods or service or both in 1A for set tax period. Okay, is that clear? So നമുക്ക് മനസ്സിലാക്കേണ്ടത് 1A ഫയൽ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് എന്താണ്? GSTR-1 ഫയൽ ചെയ്തിട്ട് സേ 11th, ഓക്കെ, 11th കഴിയുമ്പോഴേക്കും ഓപ്പൺ ആവും അത്. സോ എന്ന് മുതലാണ് ടൈം ഉള്ളത്? ആഫ്റ്റർ ഫർണിഷിംഗ് ആണ് അല്ലേ, ആഫ്റ്റർ ഫർണിഷ്. സോ ലെറ്റ്സ് അസ്യൂം സേ 11th കഴിഞ്ഞിട്ട് 11th മുതൽ സേ 20th വരെ, 20th ആണെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പിലാണ് നമുക്ക് 1 ഫയൽ ചെയ്യാൻ പറ്റുന്നത്. സോ 11th കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? 1A ഫയൽ ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 11th കഴിഞ്ഞ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും 11th കഴിഞ്ഞ് 1 ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത മാസത്തെ 2Bയിലേക്ക് റിഫ്ലക്റ്റ് ആവുള്ളൂ. സോ 1Aയിൽ ചെയ്യുന്ന ഒന്നും എന്ത് ചെയ്യില്ല? റെസിപ്പിയൻ്റെ 2Bയിൽ റിഫ്ലക്റ്റ് ആവില്ല, അടുത്ത മാസത്തെ ടാക്സ് റിട്ടേൺ പീരീഡിലെ റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? സോ അതാണ് നമുക്കിവിടെ സംഭവിച്ചത്. ഇൻവോയ്സ് നമ്പർ 2 കറക്റ്റായിട്ട് ചെയ്തപ്പോഴേക്കും 3Bയിലോട്ട് അത് ഫ്ലോ ചെയ്യും, വിൽ ഫ്ലോ ടു 3B. പക്ഷേ അത് 2Bയിലോട്ട് അടുത്ത മാസമേ ഫ്ലോ ചെയ്യുള്ളൂ, പ്രത്യേകം ഓർക്കുക. ഓക്കെ, സോ അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ജനുവരി മന്ത്ലിയാണ്. ജനുവരി മന്ത് ഇൻവോയ്സ് നമ്പർ 3 ഉണ്ട്, ഇൻവോയ്സ് നമ്പർ 4 ഉണ്ട്. GSTR-1 ഡിസ്ക്ലോസ് ചെയ്തു കറക്റ്റായിട്ട്. പക്ഷേ ഇത് 1Aയിലാണ് ഡിസ്ക്ലോസ് ചെയ്തത്. അമെൻമെൻറ്റിൽ A ഫോർവേഡ് അമെൻമെൻറ്റ് will flow to 3B of January. ഇതും will flow to 3B of January. ഇത് പക്ഷേ എപ്പോഴായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ജനുവരി മാസമല്ലേ കാണിച്ചത്? ഏത് മാസമാണ്? ജനുവരി തന്നെ കാണിച്ചു അല്ലേ? സോ ഇൻവോയ്സ് നമ്പർ 3 വിൽ ബി മെയ്ഡ് അവൈലബിൾ ഇൻ ദ ഫോം റെസിപ്പിയൻ ഇൻ ദ മന്ത് ഓഫ് ജനുവരി ആണ് കേട്ടോ, സോറി, ജാനുവരി ഇറ്റ് സെൽഫ്. ഓക്കെ, ഇൻവോയ്സ് നമ്പർ 4 വിൽ ബി മെയ്ഡ് അവൈലബിൾ ടു റെസിപ്പിയൻറ്റ്. കാരണം വെച്ചാൽ 1A ത്രൂ കാണിച്ചത്. 1A ത്രൂ കാണിക്കുമ്പോൾ എപ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ? GSTR-1 ശേഷമേ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ GSTR-1 എന്ന് ഫയൽ ചെയ്തു. GSTR-1 സേ 11th അല്ലേ ഡേറ്റ്, സേ 7th ഫയൽ ചെയ്യുമെന്ന് വിചാരിക്കുക. 7th ഫയൽ ചെയ്ത് കഴിഞ്ഞാലും 1A എന്ത് ചെയ്യാൻ പറ്റില്ല? സേ 11th കഴിഞ്ഞിട്ട് തന്നെ 1A ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ഫെബ്രുവരി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി അതിൻ്റെ കീ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒരു ഓപ്ഷണൽ ഫെസിലിറ്റിയാണ്, മാൻഡേറ്ററി അല്ല. നമുക്ക് അടുത്ത മാസത്തെ GSTR-1 കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഫയൽ ഓൺലി ഒരു പ്രാവശ്യം ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാനായിട്ട് പറ്റില്ല. അത് GSTR-1 അങ്ങനെ തന്നെയാണല്ലോ, ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിവൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് അലൗസ് അമെൻഡ് റെക്കോർഡ്സ് ഫയൽഡ് ഇൻ GSTR-1 ഓഫ് ദ കറണ്ട് ടാക്സ് പീരീഡ് ഓൺലി. പഴയ ടാക്സ് പീരീഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജനുവരി ആണെങ്കിൽ ജനുവരിയിൽ മാത്രമേ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജനുവരിയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് സേ ഡിസംബറിലെയോ നവംബറിലെയോ കൊണ്ടുപോയി അമെൻഡ് ചെയ്യാൻ പറ്റില്ല 1Aയിൽ. ഓക്കെ, the corresponding effect of changes made through 1A on the liability of the taxpayer shall be reflected. 3Bയിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ സെയിം പീരീഡിൽ. 2Bയിൽ അടുത്ത മാസത്തിൽ പോയി എന്ത് ചെയ്യുള്ളൂ? റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. At the recipient ends, the ITC of the supplies declared or amended by the suppliers through 1A will be made available to the recipient generated for the next tax period. 2Bയിൽ പോയി റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, 1Aയിൽ ഡിസ്ക്ലോസ് ചെയ്തു. Is that clear? It can be amended only electronically ചെയ്യാൻ പറ്റുള്ളൂ through the common portal either directly or through facilitation center. There is no due date ഇല്ല of filing 1A for taxpayers filing 1 on monthly basis. അതാണെങ്കിൽ form 1A will be available on the portal every month from the due date of filing GSTR-1, that is 11th of next month, or actual date of filing GSTR-1 say 11th ആണല്ലോ, അയാൾ വൈകി ഫയൽ ചെയ്യുന്ന വിചാരിക്കുക 15th, സോറി 15th ഫയൽ ചെയ്യുന്ന വിചാരിക്കുക. സോ വിച്ച് എവർ ഇസ് ലേറ്റർ, അപ്പോൾ 15th മുതലേ എന്താവുള്ളൂ 1A ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, 1A ഓപ്പൺ ആവുള്ളൂ ആൻഡ് വിൽ ബി അവൈലബിൾ ടിൽ ദി ആക്ച്വൽ ഫയലിംഗ് ഓഫ് GSTR-3B. സോ GSTR-3B 20th ഫയൽ ചെയ്യുന്ന വിചാരിക്കുക. സോ ഈ പീരീഡിലേക്കായിരിക്കും 1A അയാൾക്ക് ഓപ്പൺ ആവുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? എക്സ്ക്യൂസ് മീ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. From the liability perspective, net impact of the particulars declared or amended through 1A along with the particulars declared in 1. അപ്പോൾ 1ൽ ഡിക്ലെയർ R1ൽ ഡിക്ലെയർ ചെയ്യുന്നതും GSTR-1ൽ ഡിക്ലെയർ ചെയ്യുന്നതും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും? 3Bയിലേക്ക് ഫ്ലോ ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? 2Bയിലേക്ക് ഫ്ലോ ചെയ്യുന്നത് 1ൽ ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമായിരിക്കും ആ ടാക്സ് പീരീഡിൽ ഫ്ലോ ചെയ്യുന്നത്. സേ ജാൻ 1Aയിൽ ഡിക്ലെയർ ചെയ്യുന്നത് ആ 2B ഏത് 2Bയിലേക്ക് പോവുള്ളൂ? അടുത്ത മാസത്തെ 2Bയിലേക്ക് പോവുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ,
For the QRMP taxpayers who files a GSTR on quarterly basis, this time period ഓർത്തിരിക്കാവുന്നതാണ്. 1A shall be QRMP, quarterly return, monthly payment. അവർ quarterly അല്ലേ ചെയ്യേണ്ടത്, quarterly അല്ലേ GSTR-1 വരുള്ളൂ, quarterly അല്ലേ 3B വരുള്ളൂ. So quarterly ഉള്ള due date എടുക്കണം അവരുടെ. Okay, due date whichever is later. So quarterly available, quarterly actual date of filing, GSTR-1 due date of filing, GSTR whichever is later, or be available till the actual filing of 3B for the same tax period. Okay. Next is supplies reported in GSTR-1 of the current period, including those declared in IFF month 1, month 2 of the quarter, can be amended through corresponding quarterly GSTR-1. From the liability perspective, net impact of the particulars declared in 1A along with the particulars furnished in GSTR-1 in the 3B ലേക്ക് വരും. There will be no separate amendment facility available for records furnished through IFF. വേറെ amendment facility ഒന്നും ഉണ്ടാവില്ല. Okay. Month 1 month 2 എന്നുണ്ടാവില്ല. month 3 റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് GSTR-1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, മന്ത്ലി ആണെങ്കിലും GSTR-1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 1 ആക്ടിവേറ്റ് ആവുള്ളൂ, ക്വാർട്ടർലി ആണെങ്കിലും 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം GST നമ്പർ തെറ്റിപ്പോയെന്ന് വിചാരിക്കുക, അത് 1A ത്രൂ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. In cases where changes required to be made in GSTN of the recipient for supply report in GSTR-1 of tax period, same can be rectified through അടുത്ത മാസം GSTR-1 ത്രൂ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. GST നമ്പർ ഒരാളുടെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് 1A ത്രൂ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ വാട്ട് GSTR-1. ഓക്കെ, 1A പറ്റില്ല GST മാറിപ്പോയി കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. പുതിയൊരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് GSTR-1A എന്നുള്ളത്. സോ ഇത് എന്തായാലും എന്ത് ചെയ്യുക നോക്കുക. ലാസ്റ്റ് സമ്മറി ആയിട്ട് നമ്മളുടെ കൺക്ലൂഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതിയാവും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇത്ര സമയം എടുത്തെങ്കിലും ലാസ്റ്റ് കൺക്ലൂഷൻ നമ്മളെപ്പോഴും നോക്കാറുള്ള പോലെ അല്ലേ, ലാസ്റ്റ് മന്ത് റിവൈസ് ചെയ്യും. ഓക്കെ, സോ കൺക്ലൂഷൻസ് നിങ്ങൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാം ലൂസ് ബോൾസ് കിട്ടും, ഹിറ്റ് സിക്സർ. ഓക്കെ, മിസ്സാക്കരുത് ഒന്നും എന്നുള്ളതാണ് ഒരു കാര്യം ഇരിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതാണ് മേജർ അമെൻമെൻറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇനി വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സർക്കുലർ നോക്കാം. അതിനായിട്ട് നമുക്ക് 3 ആൾക്കാരെ ഇവിടെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചററാണ്, കാറിൻ്റെ മാനുഫാക്ചറേഴ്സാണ്. ഓക്കെ, സോ കാറിൻ്റെ മാനുഫാക്ചറേഴ്സാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് തിങ്, ഇത് മാനുഫാക്ചറായിട്ട് എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഒരു ഷോറൂം ഡീലറിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത് അല്ലെ, കാർ ഡീലറിൻ്റെ അടുത്തേക്കായിരിക്കും ഈ കാർസ് ഡിസ്പ്ലേ ചെയ്തിട്ട് പോകുന്നത്. റൈറ്റ്, കാർ ഡീലറിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. കാർ ഡീലർ അവിടെ തന്നെ വയ്ക്കുകയോ ഇല്ല, കാർ ഡീലർ എന്ത് ചെയ്യും, ഒരു കസ്റ്റമറിന് അത് സെല് ചെയ്യും. സോ ദിസ് ഇസ് ദ പ്രൊസീജിയർ. റൈറ്റ്, സോ നമുക്കിനി നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വരാം. സോ 3 പാർട്ടീസ് ഇൻവോൾവ്. വൺ ഇസ് ദ മാനുഫാക്ചറർ, next is manufacturer, next is the distributor or the dealer, and the next is the ultimate customer. Okay, so ഇവർ തമ്മിലുള്ള കുറച്ച് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയ ആണിത്. സോ ഒരു കാർ വാങ്ങിച്ചു, എന്തെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു, വാറണ്ടി പീരീഡിലാണ്, അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഷോറൂം എടുത്ത് പല രീതിയിൽ സംഭവിക്കുക അല്ലേ. നമ്മളെടുത്ത് ചിലപ്പോൾ പറയാം വാറണ്ടി പീരീഡിലാണെങ്കിൽ സർ പാർട്സ് വന്നിട്ട് ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ചെയ്തു തരാമെന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്സ് ഉണ്ടാവും, അവർ ചെയ്തു തരും അത് വെച്ചിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും വാങ്ങിച്ചിട്ട് ചെയ്തു തരുന്നത്. പല രീതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇൻപുട്ടും ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്ന കുറച്ച് ഏരിയാസാണത്. ഓക്കെ, 5 ഇഷ്യൂസാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3ാമത്തെ ഇഷ്യൂവിൽ 4 ക്രൈറ്റീരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഏകദേശം 8 ഇഷ്യൂസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും എന്നുള്ള രീതിയിലാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇഷ്യൂ നമുക്ക് നോക്കാം. OEM എന്ന് വെച്ചാൽ എന്താണ്? ചില സ്ഥലങ്ങളിൽ സ്മോൾ ലെറ്റർ ആയിട്ട് OEM വന്നിട്ടുണ്ട്. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ, ഒറിജിനൽ എക്യുപ്മെൻറ്റ് manufacturer, that is the manufacturer itself, original manufacturer itself. Okay, OEM. So OEM provides replacement of parts during warranty period. അതായത് മാനുഫാക്ചറർ തന്നെ ഡയറക്റ്റ്ലി കൊടുക്കുകയാണ്. ഡ്യൂറിങ് ദ വാറണ്ടി പീരീഡ്, സേ 3 years ഒക്കെ ആയിരിക്കും കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പക്ഷേ, ദി ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ
റീപ്ലേസസ് പാർട്സ് പ്രൊവൈഡ്സ് റിപ്പയർസ് സർവീസസ് എല്ലാം കൊടുക്കും, ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുവാണ്. ഇതിന് GST ഉണ്ടോ, ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടോ? ഇല്ല, ആ സമയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കാറ് വിറ്റ സമയത്തെ ഇൻബിൽഡ് ആയിട്ട് വാറണ്ടിക്കുള്ള കാശൊക്കെ ആ കാറിന് കാറിൻ്റെ വില 20 lakhs ആണെന്ന് വിചാരിക്കുക. ഈ 20 lakhs തന്നെ GST ഒക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ വിറ്റ സമയത്ത്, അതിൽ തന്നെ ഈ വാറണ്ടിയുടെ കാശൊക്കെ അതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ ഓൾറെഡി അതിനകത്തൊക്കെ GST പേ ചെയ്തതാണ്. അപ്പോൾ ഇനി ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഇനി വാറണ്ടി റീപ്ലേസ്മെൻ്റ് ഒക്കെ പാർട്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് GST പേ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി ഇൻകർ ചെയ്തത് എന്നുള്ളതാണ് ഇൻബിൽഡ് ആയിട്ട്. ഓക്കെ, സോ നോ, the value of original supply already includes cost of replacement services and the tax. അപ്പോൾ നമുക്ക് വാറണ്ടി ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, ഓൾറെഡി നമ്മളടുത്ത് കാശ് വാങ്ങിച്ചിട്ടുണ്ട് അതിനൊക്കെ. ഓക്കെ, സോ ഫ്രീ വാറണ്ടി, 3 years ഫ്രീ വാറണ്ടി എന്നൊക്കെ പറയില്ലേ, നോ. ഓക്കെ, സോ പിന്നെ നമുക്കൊരു ആശ്വാസം, ഡോറൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ കാശ് കൊടുക്കാണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആശ്വാസം. ഓക്കെ, അത് ഇൻഷുറൻസ് ക്ലെയിം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഡിഫക്റ്റ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, and the tax would have already been paid at the time of original supply. Actually supply സമയത്ത് തന്നെ പേ ചെയ്തിട്ടുണ്ടാവും. No further GST is chargeable on the replacement of parts repairs during the warranty period ഉണ്ടോ. വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ GST പേ ചെയ്യണം, കാരണം നോർമൽ സെയിൽസ് ആയി. ഓക്കെ, however if any additional consideration is charged, അതായത് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി, എന്തെങ്കിലും ഡോറ് അങ്ങനെ റീപ്ലേസ് ചെയ്തു, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല, ആക്സിഡൻ്റ് ആയിട്ടല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ GST അഡീഷണലി വരും. By the manufacturer from the customer, either for replacement of any parts, then GST will be applicable. Is that clear? ഇപ്പോൾ ഇതിന് ITC ആണെങ്കിലോ, കാരണം ഔട്ട്പുട്ട് ടാക്സ് ഇല്ല, അപ്പോൾ പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡെഫിനറ്റ്ലി ഒറിജിനൽ സപ്ലൈയുടെ കേസിൽ ITC കിട്ടും, കാരണം അവിടെ എക്സെംപ്റ്റഡ് ഒന്നും അല്ലല്ലോ ഇത്. ഓക്കെ, the value of original supply already includes the cost of replacement services and the tax would have already been paid at the time of original supply. ഇതൊരു എക്സം സപ്ലൈ ഒന്നും അല്ല, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എക്സം സപ്ലൈ ഒന്നും അല്ല. കാര്യം വെച്ചാൽ ഓൾറെഡി ഫസ്റ്റ് സെയിൽ നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാറണ്ടി എമൗണ്ടിന് ടാക്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. ഹെൻസ് ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഓഫ് റിവേഴ്സൽ ഓഫ് ITC. ഇഷ്യൂ നമ്പർ 2, അടുത്തത് എങ്ങനെയാണ്? ഫസ്റ്റ് മാനുഫാക്ചറാണ് റീപ്ലേസ് ചെയ്ത് തരുന്നത്, സെക്കൻഡിൽ ഡിസ്ട്രിബ്യൂട്ടർ അല്ല ഡീലർ കൂടി വന്നു. അപ്പോൾ ഡീലർ പ്രൊവൈഡ്സ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ട് ഡ്യൂറിങ് വാറണ്ടി പീരീഡ്. എല്ലാം വാറണ്ടി പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സെയിലായി, B2B B2C സെയിലായി. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ദി മാനുഫാക്ചറിന് ബിഹാഫിൽ എന്ത് ചെയ്തു, ഡീലർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ആര് തമ്മിലാണ്? ഡിസ്ട്രിബ്യൂട്ടറും കസ്റ്റമറും തമ്മിലാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആരൊക്കെ തമ്മിലായിരുന്നു? മാനുഫാക്ചററും കസ്റ്റമറും തമ്മിലായിരുന്നു. ഓക്കെ, കസ്റ്റമറും തമ്മിലായിരുന്നു. ഇപ്പോൾ ആരൊക്കെയായിട്ടാണ്? ഡീലറും കസ്റ്റമറും തമ്മിലാണ്. നമുക്ക് നോക്കാം. Assume the parts are replaced or provide service free of cost by the distributor on behalf of OEM. എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. In such cases as no consideration is being charged by the distributor from the customer, no GST is payable. ഫസ്റ്റ് 2 കേസിലും GST payable അല്ല. Manufacturer to customer, dealer to customer. However, if any additional consideration എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ GST shall be payable. ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റിനല്ല കൊടുക്കുന്നത്, കാരണം ഒറിജിനൽ സപ്ലൈയിൽ GST വന്നിട്ടുണ്ട്. സോ ITC റിവേഴ്സ് ചെയ്യുന്ന കാര്യമൊന്നും ഉദിക്കുന്നില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, വാറണ്ടി പീരീഡ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇഷ്യൂ 3 നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ ഇഷ്യൂ 3ലേക്ക് വരുന്നതിന് മുൻപായിട്ട് ലെറ്റ്സ് സീ ഇഷ്യൂ 4. ഓക്കെ, അതായത് റിപ്പയർ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ കസ്റ്റമർ ബട്ട് റേസസ് ഇൻവോയ്സ് ടു ദി OEM. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് ഓർഡറിൽ തന്നെ വരാം. ഓക്കെ, ഇഷ്യൂ 3 തന്നെ നോക്കാം. ഇഷ്യൂ 3ൽ ദർ ഇസ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഇസ് ദർ, second instance is there, third instance is there and fourth instance is there. അങ്ങനെ 4 ഇൻസ്റ്റൻസസ് ഉള്ളത്. ഓരോന്നുള്ള വ്യത്യാസം നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇഷ്യൂ നമ്പർ 3, ഡിസ്ട്രിബ്യൂട്ടറാണ്. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? മാനുഫാക്ചർ ടു കസ്റ്റമർ ഫ്രീ ഓഫ് കോസ്റ്റ് ഡ്യൂറിങ് ദ വാറണ്ടി പീരീഡ്. സെക്കൻഡ് ഇഷ്യൂയിൽ എന്താണ്? ഡീലർ ടു കസ്റ്റമർ ഫ്രീ ഓഫ് കോസ്റ്റ് ഡ്യൂറിങ് ദ വാറണ്ടി പീരീഡ്. തേർഡ് കേസിൽ നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടർ പ്രൊവൈഡ്സ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് പാർട്സ് ഡ്യൂറിങ് വാറണ്ടി പീരീഡ് തന്നെയാണ്, ഓൺ ബിഹാഫ് ഓഫ് OEM തന്നെയാണ്. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് മാനുഫാക്ചറാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറും കസ്റ്റമറും മാറിയിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഡിസ്ട്രിബ്യൂട്ടറും മാനുഫാക്ചറും തമ്മിലായി. അപ്പോൾ മാനുഫാക്ചർ ടു കസ്റ്റമർ ഓക്കെ ആയി, ഫ്രീ ഓഫ് കോസ്റ്റ് വാറണ്ടി പീരീഡിൽ നോ GST. ഡീലർ ടു കസ്റ്റമർ ഓക്കെ ആയി, വാറണ്ടി പീരീഡിൽ നോ GST. ഇനി ഡീലർ ആൻഡ് മാനുഫാക്ചറർ തമ്മിലുള്ള ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡീലർ ആൻഡ് മാനുഫാക്ചറർ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ഓവർ ഹിയർ, ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്താണ്? ഔട്ട്പുട്ട് ടാക്സും ഉണ്ട്, ഇൻപുട്ട് ടാക്സും ഉണ്ട്.
പാർട്സ് റെഡ്ലി അവൈലബിൾ, അവിടെ അവൈലബിൾ ആയിരുന്നു വിത്ത് ദ ഡിസ്ട്രിബ്യൂട്ടർ, അവിടെ അയാളുടെ സ്റ്റോർ റൂമിലുണ്ടായിരുന്നു. ഓർ പർച്ചേസ് ദ പാർട്സ് ഫ്രം തേർഡ് പേഴ്സൺ, ഉണ്ടായില്ല പക്ഷേ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, വാങ്ങിച്ചു ഒരു ഓതറൈസ് ഡീലറിൻ്റെ അടുത്ത് നിന്ന്. ഡ്യൂറിങ് ദ വാറണ്ടി പീരീഡ് യൂസിങ് ഹിസ് സ്റ്റോക്ക് അവർ പർച്ചേസിങ് ദ ഫ്രം തേർഡ് പാർട്ടി. അപ്പോൾ എന്നിട്ടാണ് റീപ്ലേസ് ചെയ്ത് കൊടുത്തത് വാറണ്ടി പീരീഡിൽ. അപ്പോൾ സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരെണ്ണം വിറ്റെന്ന് വിചാരിക്കുക. സേ ഒരെണ്ണം ഗോഡൗണിലുണ്ടായിരുന്നേ, ഒരു ഗോഡൗണിലുണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗോഡൗണിൽ എന്തായി, അത് കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഗോഡൗണിൽ എന്ത് സംഭവിച്ചു, ഗോഡൗണിൽ അത് നില്ലായി. ശരിയല്ലേ? അപ്പോൾ നേരത്തെ മാനുഫാക്ചറർ തന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ സിറ്റുവേഷൻ. ഇൻ ദിസ് കേസ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ബാക്ക് ദ പാർട്സ് ഫ്രം ദ മാനുഫാക്ചറർ, തിരിച്ച് കിട്ടണമല്ലോ, ഇവിടെ തിരിച്ച് വരണമല്ലോ മാനുഫാക്ചറിൻ്റെ അടുത്ത്. ദ ഡിസ്ട്രിബ്യൂട്ടർ ഷാൽ ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ്. എന്ത് ചെയ്യും? ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ് ടു ദ മാനുഫാക്ചറർ and GST would be payable by the distributor on the said supply by him to the manufacturer. Okay, so എന്ത് സംഭവിക്കും, നേരത്തെ ഗോഡൗണിൽ ഉണ്ടായിരുന്നതാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ എടുത്ത് കൊടുത്തത്. ശരിയല്ലേ? അപ്പോൾ എമൗണ്ട് പേയബിൾ ആയിട്ട് കിടക്കുവാണ് മാനുഫാക്ചററിന്. ശരിയല്ലേ? കാരണം നമ്മൾ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിക്കുവാണ്, ഗോഡൗണിൽ നിന്ന് എടുത്തു കൊടുത്തുവാണ്. അപ്പോൾ അത് നള്ളിഫൈ ചെയ്ത് കളയണ്ടേ, അങ്ങോട്ട് എന്ത് ചെയ്യും, ഒരു സെയിൽ ബില്ല് തിരിച്ച് ചെയ്യും. അപ്പോൾ എൻട്രി എന്താവും, അപ്പോൾ ഇങ്ങോട്ട് വാങ്ങിച്ചപ്പോഴേക്കും എന്തായിരിക്കും എൻട്രി, പാർട്സ് ഡെബിറ്റ് ടു മാനുഫാക്ചറർ ആയിരിക്കും എൻട്രി. പേയബിൾ ആയില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പേയബിൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് ബില്ല് ചെയ്യണം. അപ്പോൾ മാനുഫാക്ചറർ ഡെബിറ്റ് ടു സെയിൽസ് എന്നാവും എൻട്രി. അപ്പോൾ എന്ത് സംഭവിക്കും, നള്ളിഫൈ ചെയ്ത് പോവും ട്രാൻസാക്ഷൻ. എന്നിട്ട് പിന്നീട് പാർട്സ് ഇങ്ങോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ മാനുഫാക്ചറർ എന്ത് ചെയ്യും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും, ആസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഫ്രഷ് സപ്ലൈ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെക്കൻഡ് ഇൻസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് സിമിലർ ടു ഇഷ്യൂ 1 ആണ്. ഇഷ്യൂ 1 എന്തായിരുന്നു, മാനുഫാക്ചറർ ടു കസ്റ്റമർ ആയിരുന്നു ഇഷ്യൂ 1. ശരിയല്ലേ? ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു, GST ഒന്നുമില്ല. ഡിസ്ട്രിബ്യൂട്ടർ പ്ലേസസ് ദി ഓർഡർ വിത്ത് ദ മാനുഫാക്ചറർ. എന്ത് പറയും ഡിസ്ട്രിബ്യൂട്ടർ, സർ കസ്റ്റമറിന് പറയും, സർ സാധനം ഇല്ല, ഞാനൊന്ന് മാനുഫാക്ചറിൻ്റെ ഓർഡർ ചെയ്യട്ടെ, വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. ഓക്കെ, that OEM original equipment manufacturer about the requirement of the parts. Okay, അപ്പോൾ എന്ത് ചെയ്യും, വാല്യൂ ഓഫ് ഒറിജിനൽ സപ്ലൈസ് ഓൾറെഡി ഇൻക്ലൂഡഡ്. അപ്പോൾ ഡീലറുടെ കയ്യിൽ നിന്നൊന്നും കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല, ഒരു ഇത് റേസ് ചെയ്തു, അതിനെ ബേസ് ചെയ്തിട്ട് സാധനം ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് GST ഈസ് നോട്ട് പേയബിൾ. കാര്യം എന്താ, ഓൾറെഡി ഒറിജിനൽ ഇതിനകത്ത് വാറണ്ടി റീപ്ലേസ്മെൻറ്റിനകത്ത് ഓൾറെഡി ഫസ്റ്റ് കാർ സെല് ചെയ്തപ്പോഴേക്കും ഇതൊക്കെ ടാക്സ് പെയ്ഡാണ് വാറണ്ടിയുടെയൊക്കെ, അല്ലേ? നോ റിവേഴ്സൽ ഓഫ് GST ഈസ് റിക്വയർഡ്, ഫസ്റ്റ് കേസ് പോലെ തന്നെ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഇഷ്യൂ എന്തായിരുന്നു, ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്തായിരുന്നു, അടുത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എടുത്തു കൊടുക്കുക. സെക്കൻഡ് ഇൻസ്റ്റൻസ് എന്തായിരുന്നു, ഒന്നും ചെയ്യുന്നില്ല, ഉള്ള സ്റ്റോക്ക് അങ്ങനെ തന്നെ ഗോഡൗണിലുണ്ട്, പുറത്തുനിന്ന് വാങ്ങിക്കാനും പോകുന്നില്ല, പുതിയൊരു ഓർഡർ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ് മാനുഫാക്ചറർക്ക്. ഓക്കെ, തേർഡ് ഇൻസ്റ്റൻസസ് എന്താണ്, റീപ്ലേസസ് ദ പാർട്സ് ഫ്രം യൂസിങ് ദ പാർട്സ് ഓൾറെഡി സപ്ലൈഡ് ബൈ ഹിം ദ മാനുഫാക്ചറർ ഫ്രം സം അതർ പർപ്പസ്. അതായത് സേ ഇതിൻ്റെ എന്തെങ്കിലും കാറിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് ആയിരിക്കാം, കാറിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് ആയിരിക്കാം. ഇത് നേരത്തെ സപ്ലൈ ചെയ്തിട്ട് എവിടെയുണ്ട്, ഗോഡൗണിൽ ഇരിപ്പുണ്ട്. ഓക്കെ, നേരത്തെ സപ്ലൈ ചെയ്തിട്ട് ഗോഡൗണിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇൻപുട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും, അത് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കസ്റ്റമർക്ക് മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, മാനുഫാക്ചർ വുഡ് ഹാവ് പെയ്ഡ് GST വെൻ ദ പാർട്സ് വർ സപ്ലൈഡ് ടു ദ ഡീലർ. സേ ഒരു ജനുവരിയിലൊക്കെയാണ് സപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ ഗോഡൗണിലുണ്ടത്. സോ മാർച്ചൊക്കെ എപ്പോഴേക്കും എന്ത് ചെയ്തു, ഒരു കസ്റ്റമർ വന്നു, ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗോഡൗണിൽ നോക്കിയപ്പോൾ ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഈ ഒരു പാർട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെയിം ആണ്, മാച്ചിങ് ആണ്. അപ്പോൾ മാർച്ച് ആയപ്പോൾ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നൗ വെൻ ദ ഡിസ്ട്രിബ്യൂട്ടർ റീപ്ലേസസ് ദ പാർട്സ് യൂസിങ് ദ പാർട്സ് ദാറ്റ് വർ ഓൾറെഡി സെൻഡ് ബൈ ദ മാനുഫാക്ചർ ഷാൽ ഇഷ്യൂ എന്ത് ചെയ്യും, ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ റിസീവബിൾ ആയിട്ട് കിടക്കുമല്ലേ മാനുഫാക്ചറിൻ്റെ ബുക്കിൽ, ഡീലർ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കിട്ടാനുള്ളതായിട്ട് കിടക്കുമല്ലേ, ഇനി കിട്ടുമോ, ഇനി കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യണം. ഡെബിറ്റ് ഉള്ളതിനെ കുറക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ ക്രെഡിറ്റ് നോട്ട് മാനുഫാക്ചർ റേസ് ചെയ്യും. മാനുഫാക്ചർ ഷാൽ ഇഷ്യൂ ഇൻ സെക്ഷൻ 34 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയായിരുന്നു ഇതിനെക്കുറിച്ച്. ഇഷ്യൂ നോട്ട് നള്ളിഫൈ ദ ട്രാൻസാക്ഷൻ parts already supplied that has been used to replace the parts during the warranty period. The distributor shall not be liable to pay any amount to the OEM. അപ്പോൾ നള്ളിഫൈ ചെയ്ത് കൊടുക്കും. മാനുഫാക്ചറിൻ്റെ ബുക്സിൽ എങ്ങനെയായിരിക്കും സെല് ചെയ്ത സമയത്ത്, ഡീലർ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്നായിരിക്കും ഉണ്ടാകുന്നത്, അല്ലേ? ഈ എമൗണ്ട് കിട്ടാനായിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്തു, ഡീലർ ഈ പാർട്ട് കസ്റ്റമറിന് കൊടുത്തു. അപ്പോൾ മാനുഫാക്ചർ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യണം. ഡീലറിനെ ക്രെഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അത് ജേർണൽ എൻട്രി എങ്ങനെയെന്ന് വെച്ചാൽ, സെയിൽസ് റിട്ടേൺ പാർട്സ് തിരിച്ചു വരുന്നില്ല, അപ്പോൾ
അവരുടെ ജേർണൽ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് റെസ്പെക്റ്റീവ് എന്താ പറയുക വാറണ്ടി റീപ്ലേസ്മെൻറ്റോ അങ്ങനെ വല്ല ഡെബിറ്റ് കൊടുത്തിട്ട് ടു ഡീലർ. അപ്പോൾ ഡീലറിൻ്റെ അടുത്ത് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് നള്ളിഫൈ ചെയ്ത് പോവും ട്രാൻസാക്ഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് വയ്ക്കും, ഡീലർ ഷാൽ റിവേഴ്സ് ദ ITC ഓൾറെഡി ടേക്കൺ. കാരണം ക്രെഡിറ്റ് നോട്ട് വന്നല്ലോ, അപ്പോൾ നേരത്തെ ഇൻപുട്ട് എടുത്തിട്ടുണ്ടാവും, ജനുവരിയിൽ ഇൻപുട്ട് എടുത്തിട്ടുണ്ടാവും ഈ പ്രോഡക്റ്റ് വന്നപ്പോൾ, മാർച്ചിൽ അത് യൂട്ടിലൈസ് ചെയ്ത് പോയി, ശരിയല്ലേ? അപ്പോൾ എമൗണ്ട് ഒന്നും പോകുന്നില്ല. സോ നേരത്തെ ക്രെഡിറ്റ് നോട്ട് ഇപ്പോൾ മാനുഫാക്ചർ തരും, സോ ഇറ്റ് ഷുഡ് ബി വാട്ട് റിവേഴ്സ്ഡ്. ആൻഡ് ദ ഫോർത്ത് ഇൻസ്റ്റൻസ് ഇസ് റീപ്ലേസസ് പാർട്സ് യൂസിങ് ദ സ്റ്റോക്ക് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ദെൻ റേസസ് റിക്വസിഷൻ. അതായത് ഗോഡൗണിൽ ഓൾറെഡി ഉണ്ടാവും പാർട്ട് എ എന്ന് പറഞ്ഞിട്ട്, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു റിക്വസിഷൻ നോട്ട് എന്ത് ചെയ്യും, മാനുഫാക്ചറർക്ക് OEM-ന് റേസ് ചെയ്യും. അപ്പോൾ OEM എന്ത് ചെയ്യും, ഇങ്ങോട്ട് പുതിയ പാർട്സ് അയച്ചു കൊടുക്കും. ഇസ് ദാറ്റ് ക്ലിയർ? ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് പുതിയ പാർട്സ് അയച്ചു കൊടുക്കും. So the manufacturer then provides a set goods or parts as the case may be to a distributor through delivery challan without separately charging any consideration at the time of such replenishment. In such a case, no GST is payable on such replenishment of the goods or parts as the case may be. No ITC reversal is required. 4 സിറ്റുവേഷൻസാണ് ഉള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള പാർട്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, തിരിച്ച് മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, തിരിച്ചൊരു ടാക്സ് ബില്ല് OEM-ന് റേസ് ചെയ്യും. സെക്കൻഡ് കേസ് എന്താ, ഒരു റിക്വസിഷൻ പ്ലേസസ് ഇൻ ഓർഡർ, അതായത് വെയിറ്റ് ചെയ്യുമെന്ന് പറയും കസ്റ്റമറിൻ്റെ അടുത്ത്, എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും, വന്നു കഴിയുമ്പോൾ മാറ്റി കൊടുക്കും, അതിനകത്ത് വേറെ ടാക്സിൻ്റെ ഇമ്പാക്റ്റ് ഒന്നുമില്ല. തേർഡ് ഇൻസ്റ്റൻസ് എന്താണ്, റീപ്ലേസസ് ദ പാർട്സ് യൂസിങ് ദ പാർട്സ് ഓൾറെഡി സപ്ലൈഡ് ബൈ ദ മാനുഫാക്ചറർ. അപ്പോൾ ഓൾറെഡി ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യും, മാനുഫാക്ചറർ കൊടുത്തത് വെച്ചിട്ട് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റിൽ ഗോഡൗണിലുള്ളത് വെച്ചിട്ട് കൊടുക്കും, സെക്കൻഡിൽ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യും, തേർഡിൽ മാനുഫാക്ചറർ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് തന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും, മാറ്റി കൊടുക്കും. സോ ആ കേസിൽ ക്രെഡിറ്റ് നോട്ടായിരിക്കും റേസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് കേസിൽ എന്ത് സംഭവിക്കും, റിക്വസിഷൻ, അതായത് ഉള്ളത് വെച്ചിട്ട് കൊടുത്തിട്ട് ഒരു റിക്വസിഷൻ നോട്ട് എന്ത് ചെയ്യും, മാനുഫാക്ചറർക്ക് റേസ് ചെയ്യും. സോ മാനുഫാക്ചറർക്ക് റേസ് ചെയ്യുന്ന എന്താ പറയുക 4 കാര്യങ്ങളുള്ളത്. ഫസ്റ്റ് തിങ് ഈസ് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഇൻവോയ്സ് റേസ് ചെയ്യാം. സെക്കൻഡ് തിങ് ഈസ് ഓർഡർ പ്ലേസ് ചെയ്യാം. തേർഡ് തിങ് ഈസ് എന്താ റീപ്ലേസ് ചെയ്ത് കൊടുത്ത് ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യിപ്പിക്കണം മാനുഫാക്ചറിനെ കൊണ്ടിട്ട്. ഫോർത്ത് കേസസ് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഡെലിവറി ചെല്ലാൻ ത്രൂ ആ പ്രോഡക്റ്റ്, കുറഞ്ഞു പോയ പ്രോഡക്റ്റ് ഗോഡൗണിൽ തിരിച്ച് കൊണ്ടുവരുത്തിക്കാം. ഓക്കെ, നോ ITC റിവേഴ്സൽ റിക്വയർഡ്. ഇഷ്യൂ നമ്പർ 4 എന്ന് പറയുമ്പോഴേക്കും റിപ്പയർ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു കസ്റ്റമർ ബട്ട് റേസസ് ഇൻവോയ്സ് ടു ദി OEM. ഓക്കെ, ലെറ്റ്സ് സി. പ്രൊവൈഡ്സ് റിപ്പയർ സർവീസ് ഇൻ അഡീഷൻ ടു റീപ്ലേസ്മെൻറ്റ് കൊടുക്കും വിത്തൗട്ട് കൺസിഡറേഷൻ ആസ് പാർട്ട് ഓഫ് ദ വാറണ്ടി ബട്ട് ചാർജസ് manufacturer for such repair by issuing what invoice or debit note. It is a taxable supply and GST shall be payable on such service bill by the distributor. Manufacturer എന്ത് ചെയ്യാം, ഇൻപുട്ടും എടുക്കാവുന്നതാണ്. സോ റിപ്പയർ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു കസ്റ്റമർ ബട്ട് റേസസ് എന്ത് ചെയ്യും, ഇൻവോയ്സ് ടു ദി OEM. ഓക്കെ, കാരണം ആ എമൗണ്ട് തിരിച്ചു വരാനായിട്ടെന്നുള്ള രീതിയിൽ ഇൻവോയ്സ് റേസ് ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് വാട്ട് എക്സ്റ്റെൻഡഡ് വാറണ്ടി. സേ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കാർ തന്നെ വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എടുപ്പിക്കും. സേ സർ ഇത് 3 വർഷത്തേക്ക് വാറണ്ടി ഉള്ളൂ, ഇഫ് യു ടേക്ക് ഫോർവേഡ് പ്ലസ് 2 years എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങളത് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി 3 രീതിയിൽ എടുക്കാം. കാറ് വാങ്ങിക്കുമ്പോൾ തന്നെ എടുക്കാം അറ്റ് ദാറ്റ് മൊമെൻറ്റ്. അങ്ങനെ ആകുമ്പോൾ അത് കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് മാറും. അറ്റ് ദാറ്റ് മൊമെൻ്റ് ആണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് മാറും. വേറെ രീതിയിൽ എടുക്കാം, ചിലപ്പോൾ അപ്പം എടുക്കാണ്ട് എന്ത് ചെയ്യാം, 3 years ആണല്ലോ ഇതുള്ളത്, അത് കഴിയുമ്പോൾ എക്സ്പയറി ആകുമ്പോൾ എന്ത് ചെയ്യാം, പ്ലസ് 2 years കൂടിയായിട്ട് ആ സമയത്ത് എടുക്കാം. ഓക്കെ, ലേറ്റർ. സോ തേർഡ് കേസ് ഉള്ളത് ഇവിടെ നിന്നും എടുക്കുന്നില്ല, ഔട്ട്സൈഡ് പാർട്ടിയുടെ അടുത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കുന്നത്. അറ്റ് ദാറ്റ് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് തന്നെ കണക്കാക്കും, ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണ് അങ്ങനെയായിരിക്കും വരുന്നത്. ലേറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വാറണ്ടിയുടെ സർവീസായിട്ട് കൺസിഡർ ചെയ്യും, കാരണം ഇത് കോമ്പോസിറ്റ് സപ്ലൈ ആക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഒറിജിനൽ സപ്ലൈ ഓൾറെഡി നടന്നു. 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എടുക്കുന്നത്, ഇത് സർവീസായിട്ടായിരിക്കും എടുക്കുന്നത് എക്സ്റ്റെൻഡ് വാറണ്ടി. ഔട്ട്സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി കോമ്പോസിറ്റ് സപ്ലൈയും വരില്ല, ആ കമ്പനിയായിട്ട് കണക്ഷനേ ഇല്ല, സർവീസായിട്ട് ആയിരിക്കും എടുക്കുന്നത്, അതിനനുസരിച്ചുള്ള ചാർജസ് ആയിരിക്കും ലഭ്യ ചെയ്യുന്നത്. Provided by the supplier at the time of supply shall be treated as what, composite supply,
and GST would be payable accordingly, that is GST on the original supply. Okay. Extended warranty provided after the original supply, that is 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഓക്കെ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് അപ്പോഴായിരിക്കും വിചാരിക്കുന്നത്. It shall be treated as supply of services, original supply is already over. Supply of services ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. Extended warranty provided by third party ആണെങ്കിൽ and not by the supplier. Not a composite supply അല്ല, as extended warranty is not provided by supplier. In this case it is provided by third person. അതും എന്തായിരിക്കും സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. സേ പ്രിഫറൻഷ്യൽ ലൊക്കേഷൻ ചാർജസ്. ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ഇവിടെ സേ കടൽ തീരമാണെന്ന് വിചാരിക്കുക, ഇവിടെ സൺസെറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ഇവിടെ ഒരു ഫ്ലാറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ തന്നെ വേണമെന്ന് പറയുകയാണ് ഈ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും കാരണം സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ സേ 2 crore ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു 20 lakhs കൂടി എന്ത് ചെയ്യും അഡീഷണലി വേണമെന്ന് പറയും, പ്രിഫറൻഷ്യൽ ലൊക്കേഷൻ ആ വ്യൂവിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴേക്കും ഇത് കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കിയിട്ട് എത്രയാണോ മെയിൻ സപ്ലൈ ഉള്ളത് ആ റേറ്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് 20 lakhsനും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് കോമ്പോസിറ്റ് സപ്ലൈ 2 crore 20 lakhs ആയിട്ട് പ്രിൻസിപ്പൽ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് വരും. ദാറ്റ് ഇസ് പ്രിഫറൻഷ്യൽ ലൊക്കേഷൻ ചാർജ്, ഒരു ലൊക്കേഷൻ പ്രിഫർ ചെയ്യുന്നതിന് കൊടുക്കുന്ന ചാർജസ്. ഓക്കെ, പിന്നെ ഓണറേറിയം കൊടുക്കുന്ന ഗസ്റ്റ് ആങ്കേഴ്സിന് ടാക്സബിൾ ആണോ എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്ങനെയാണ് അതിൻ്റെ എക്സംഷൻ കാര്യങ്ങളെന്നുള്ള. ആങ്കേഴ്സ് അഗ്രിഗേറ്റ് ആണോ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, guest anchors participating in the show pays remuneration in the form of honorarium. Some of the guest anchors are requested to pay GST 18% to them for such appearances. Okay, so exempt ആണെങ്കിൽ കുഴപ്പമില്ല. Okay, it is clarified supply of goods or services are taxable unless exempt or declared neither supply of. Is that clear? So അത് ഓരോന്നായിട്ട് വായിച്ചു നോക്കുക. ടോൾ ഫീസിനെ കുറിച്ചിട്ടൊരു സർക്കുലർ ഉണ്ട്. പിന്നെ എന്താ പറയുക IVF അത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക എക്സെപ്റ്റഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് IVF ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഹെൽത്ത് കെയർ സർവീസസ് ആണ്. പെയ്ഡ് ഉണ്ടല്ലോ, പ്രഗ്നൻസി, A for abnormality, ഓക്കെ, I for illness, injury and D for deformity. ഓക്കെ, സോ അത് എക്സെപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ നിങ്ങൾക്ക് നോക്കാവുന്ന IVF ഓൾസോ കവേർഡ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ. ഓക്കെ, സോ നിങ്ങൾക്കതൊന്ന് ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. സോ വിത്ത് ദിസ് നമ്മളുടെ അമെൻമെൻറ്റ്സിൻ്റെ ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. സോ വേറെ എന്തെങ്കിലും മിസ്സാണ്, കാരണം വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം അമെൻമെൻറ്റ്സ് ആയിട്ട് ഇറക്കിയിട്ടില്ല. ജനുവരി ആണെങ്കിൽ യു ക്യാൻ സീ ഇൻ ദ വെബ്സൈറ്റ് സ്റ്റാറ്റ്യൂട്ടറി അമെൻമെൻറ്റ് ഫോർ ജനുവരി 2025 എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം അത് ഇറക്കിയില്ല. സോ നമ്മളെല്ലാം തന്നെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ജനുവരി 2025 അമെൻമെൻറ്റ്സ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് പോയേക്കുക. ആൻഡ് നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ കുറച്ച് പേരെ RTPയിൽ ഞാൻ പറഞ്ഞ പോലെ ബാബ ഈസ് ആസ്കിങ്, ആദിത്യ, അനക കുറച്ച് പേരെ ചോദിക്കുന്നുള്ളൂ. അതേഴ്സ് മറ്റുള്ളവരും ചോദിക്കാൻ തുടങ്ങുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.